ക്ഷണം സ്വീകരിച്ച് വളരെ സന്തോഷത്തോടുകൂടെ നമ്മുടെ കുടുംബവാരത്തോടനുബന്ധിച്ചുള്ള ഈ മധുരമീ ജീവിതം എന്ന ഈ അവബോധ ക്ലാസ്സിന് നേതൃത്വം നൽകുവാനായിട്ട് വന്ന് ചേർന്നിരിക്കുന്ന ഡോക്ടർ അജന്ത മേഡത്തെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെ പേര് വളരെ സ്നേഹാദരവോടുകൂടെ ഈ തരുണത്തിൽ സ്വാഗതം ആശംസിക്കുന്ന ഒരു ഉപഹാരം നൽകുന്നതിലേക്ക് വേണ്ടി ലിയെ മുന്നോട്ട് ക്ഷണിക്കുകയും ചെയ്യും. ഡോക്ടർ നല്ലൊരു ക്ലാപ്പ് ഡോക്ടറെ സ്വീകരിക്കും. പ്രമേഹ രോഗത്തെ പറ്റി പുതിയതായിട്ടൊന്നും ഞാനിപ്പോൾ പറയാൻ എന്താ ഉണ്ടാവുക അല്ലേ? എല്ലാവർക്കും നേരിട്ടോ അല്ലെങ്കിൽ കുടുംബത്തിലോ ഒരു പ്രമേഹ രോഗിയെ പോലും കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ഒരു ഷുഗർ രോഗിയെ പോലും കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഈ ഗ്രൂപ്പിലുണ്ടോ? ഇല്ല. ഇതിനകത്ത് എത്ര പേർക്ക് ഷുഗർ രോഗം ഉണ്ട്? 1 2 ഭൂരിഭാഗവും കുഴപ്പമില്ലാത്ത ആളുകളാണ്. ഓക്കെ, ഈ ഷുഗർ രോഗം ഫാമിലിയിൽ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഫാമിലിയിൽ ആരുമില്ല. പഴയ കാരണവന്മാർ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ശരി, ഓക്കെ, ശരി, വളരെ സന്തോഷം. ശരിക്കും ഷുഗർ രോഗം എന്ന് പറയുന്ന ഒരു രോഗത്തെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പം ഒരു വലിയൊരു ഭയപ്പാട് എല്ലാവർക്കും ഉണ്ട്. കാരണം ആദ്യമായിട്ട് ഷുഗറൊക്കെ കണ്ടുപിടിക്കുന്ന പല ആളുകളും എൻ്റെ ഏജിൽ നിന്നൊക്കെയാണ് തുടങ്ങുന്നത്. ഒരു 30 വയസ്സ് 35 വയസ്സിനും 45 വയസ്സിനുമൊക്കെ ഇടയിൽ ആദ്യമായിട്ട് ഷുഗർ കണ്ടുപിടിക്കപ്പെട്ടു എന്ന് കാണുമ്പോൾ തന്നെ പിന്നെ ജീവിക്കാൻ ഭയങ്കര പേടിയാണ്. അന്ന് രാത്രി ഉറക്കം വരില്ല. എൻ്റെ ജീവിതം തീർന്നു, ജീവിതകാലം മൊത്തം ഗുളിക കഴിക്കേണ്ടി വരും, ഭയങ്കര പ്രശ്നമാണ്. ഷുഗർ പല തരത്തിലുണ്ട്. എത്ര തരത്തിൽ ഷുഗർ ഉണ്ട്? ക്ലൂ തരാം. ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്. അപ്പോൾ മൂന്നാമത്തെ ടൈപ്പ് 3 അല്ല, ജെസ്റ്റേഷണൽ ഡയബറ്റീസ്, അതായത് പ്രഗ്നൻസിയിൽ വരുന്ന ഷുഗർ. ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ ജനിച്ച് വീണ കുഞ്ഞിനേ ഷുഗർ ഉണ്ടാവും. അതാണ് ടൈപ്പ് 1 കാറ്റഗറി. അതായത് ചെറിയ പ്രായത്തിൽ കുഞ്ഞ് നമ്മൾ ഓടി നടക്കുന്ന മക്കളില്ലേ, ആ മക്കളുടെ പ്രായത്തിൽ തന്നെ ഷുഗർ വരിക. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ വരുന്നത് ഒരു പ്രായം കഴിയുമ്പോൾ ഡയഗ്നോസ് ചെയ്യുന്ന ഷുഗറാണ് ടൈപ്പ് 2. മൂന്നാമത്തെ കാറ്റഗറി പ്രഗ്നൻസിയിൽ. അതും പ്രഗ്നൻസിയിൽ തുടക്കത്തിലൊന്നും ആയിരിക്കില്ല, ഒരു 7 മാസം കഴിയുമ്പോൾ പ്രഗ്നൻസി കണ്ടുപിടിക്കുന്നു. അത് കുഞ്ഞിനെ പ്രസവിച്ച ശേഷം ആ അമ്മയുടെ ഷുഗർ ചെക്ക് ചെയ്യുന്നു, വളരെ നോർമൽ, വേറൊരു പ്രശ്നങ്ങളും ഇല്ല. ഇങ്ങനെ 3 ടൈപ്പ് ഷുഗർ രോഗങ്ങളാണ് പൊതുവേ മെഡിക്കലി പറയുക. പക്ഷെ നമ്മുടെ നാട്ടിൻപുറത്ത് പ്രായമായ ആളുകളൊക്കെ പറയാറുണ്ട്, ഒരു ഷുഗർ പുണ്ണ് വരുത്തുന്നത്, വേറൊരു ഷുഗർ കിഡ്നി കളയുന്നത്, വേറൊരു ഷുഗർ വണ്ണം വെപ്പിക്കുന്നത്, വേറെ ഷുഗർ മെലിയിക്കുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാ ഷുഗർ രോഗികൾക്കും ബാധകമാണ്. അല്ലാതെ ഇത് ഇന്ന ടൈപ്പിൽ മാത്രം എന്നുള്ളതില്ല. ഓക്കെ, നമ്മുടെ ഷുഗർ രോഗം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ബ്ലഡിലെ ഷുഗറിൻ്റെ അളവ് ക്രമാതീതമായി കൂടുക എന്നതാണ്. അതായത് നോർമൽ അളവിനേക്കാളും കൂടുക എന്നുള്ളതാണ്. അതായത് നോർമലി ഒരാൾക്ക് 70നും 120നും ഇടയിൽ ഷുഗർ വേണം എന്നുണ്ടെങ്കിൽ അതിനും ആ മേളത്തെ ലിമിറ്റിനേക്കാളും കൂടി പോകുന്നതിനെയാണ് ഷുഗർ രോഗിയായി എന്ന് പറയുന്നത്. എന്നാൽ ഷുഗർ അപ്പാടെ കുറച്ച് ഇല്ലാണ്ടാക്കി കളയാൻ പറ്റുമോ? ഇല്ല. മിനിമം നമുക്ക് ആരോഗ്യവാനായ ഒരു സ്ത്രീക്കും പുരുഷനും മിനിമം രക്തത്തിൽ ഒരു 70 mg/dL എങ്കിലും ഷുഗർ ആവശ്യമാണ്. എങ്കിലേ നമുക്ക് ഇതുപോലെ ഓടിച്ചാടി നടക്കാനും നമുക്ക് ആരോഗ്യമായിട്ടിരിക്കാനും ഒക്കെ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ഈ ഷുഗർ, നമുക്ക് ഷുഗർ ഉണ്ടോ എന്ന് എങ്ങനെ അറിയാം? ഇവിടെ 2 പേര് കൈപൊക്കി എനിക്ക് ഷുഗർ ഉണ്ട് എന്ന്. ഇനി ആർക്കൊക്കെ ഷുഗർ ഉണ്ടാവാം, അല്ലെ ആർക്കൊക്കെ ഷുഗർ ഉണ്ടാവാണ്ടിരിക്കാം, അല്ലെ ഇനി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊന്ന് കണ്ടുപിടിക്കണ്ടേ? സ്വയം പരിശോധിച്ചാൽ മതി. ലാബിൽ പോയി കാശ് കൊടുക്കണം എന്ന് നിർബന്ധമില്ല. അത് നമ്മുടെ ഗ്ലൂക്കോമീറ്റർ ഗിഫ്റ്റ് വയ്ക്കാൻ ഇരിക്കുന്ന ഗ്ലൂക്കോമീറ്റർ തപ്പണോ? നമുക്കൊരു ഈസി ടെക്നിക്ക് പറഞ്ഞു തരാം. നമ്മളുടെ വീട്ടിൽ ചെന്നിട്ട് അല്ലെ നമ്മുടെ ശരീരത്തിൽ തന്നെ നമുക്ക് നോക്കാവുന്നതേ ഉള്ളൂ. നമ്മളുടെ ശരീരത്തിൽ ഷുഗർ വരാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ നമ്മൾക്ക് ഷുഗർ ഉണ്ടോ എന്ന്. നമ്മുടെ ജോയിൻസുകളുടെ എല്ലാം കറക്കാൻ തുടങ്ങും. നമ്മുടെ ഈ വിരലുകൾ കൈ എടുത്ത് കഴിഞ്ഞാൽ ഈ വിരലിൻ്റെ ഇടയിൽ ഈ മടക്കുന്ന ഭാഗങ്ങളില്ലേ, ആ ഭാഗങ്ങൾ കുറച്ച് ഡാർക്ക് കളറാവും. മറ്റേ ഭാഗത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ജോയിൻസിൽ കുറച്ചുകൂടെ ഇരുണ്ട കളറ് വരാൻ തുടങ്ങും. അതാണ് ഒരു ലക്ഷണം. പിന്നെ അതേപോലെ തന്നെ കഴുത്തിന് ചുറ്റും കറുത്ത നിറം വരിക. പല ആൾക്കാരുടെ വിചാരം ഞാൻ വരവുമാല ഇട്ടുകൊണ്ട് കഴുത്ത് കറുത്ത് പോയതെന്നാ. അല്ല, ഷുഗർ വരാൻ പോവുക. ശരീരം പറയുക, എടേ മധുരം തിന്നത് മതി, നിർത്ത്,
നിനക്ക് പണി കിട്ടാൻ പോവാ. നമ്മൾ പറയും ഇല്ല വരവുമാലയുടെയാ. അല്ല, ഇത് ഷുഗർ വരാൻ പോകുന്നതിൻ്റെയാ. കഴുത്തിന് ചുറ്റും ഒരു വെൽവെറ്റ് അപ്പിയറൻസ്, ഒരു കറുത്ത് ഒരു ചെറിയൊരു വെൽവെറ്റ് പോലെ ഇങ്ങനെ വരുന്ന സാധനം. പിന്നെ നമ്മുടെ പ്രൈവറ്റ് ഏരിയാസിൽ ചെറിയ ഡാർക്ക്, മറ്റുള്ള സ്ഥലങ്ങളെക്കാളും കുറച്ചുകൂടെ ഡാർക്കർ ആവുക. ഇത് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ്റെ അളവ് കുറയുന്നു, അല്ലെങ്കിൽ ഇൻസുലിനോട് നമ്മുടെ ശരീരം പ്രതിരോധിക്കുന്നത് കുറയുന്നു എന്നുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത് ഈ ഡാർക്ക് കളർ ആവുക. ഇതേ കാര്യങ്ങൾ തന്നെ മറ്റ് ചില ആളുകളിലും കാണും. ആർക്കൊക്കെ? വണ്ണം കൂടുതലുള്ളവർക്ക്. നമുക്ക് നോർമലി ഒരു ശരീരഭാരം ഉണ്ട്, അതിനേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ ഇതേ കളർ ചേഞ്ചസ് കാണിക്കും. അവർക്ക് എന്തും വരും, കുറച്ച് കഴിയുമ്പോൾ ഷുഗറും വരും. തൈറോയിഡ് ഉള്ളവർക്ക് ഇതേ ലക്ഷണങ്ങൾ കാണിക്കും. അതായത് ഹൈപ്പോ തൈറോയിഡിസം, വണ്ണം വയ്ക്കുന്ന തൈറോയിഡ്. ഈ തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളവർക്കും ഇതേ ഡാർക്ക് കളർ കാണിക്കും. അവർക്കും കുറച്ച് കഴിയുമ്പോൾ എന്തുണ്ടാവും? ഷുഗർ ഉണ്ടാവും. PCOD, ഇവിടെ കൂടുതലും സ്ത്രീകളാണ്. അപ്പോൾ PCODനെ പറ്റി അറിയാത്തവരായിട്ടുള്ളവരും കുറവല്ലേ? എന്താ PCOD എന്നറിയോ? പഴയ ആൾക്കാർക്ക് അത്ര ഇതുണ്ടാവുകയില്ല, പക്ഷേ പുതിയ ജനറേഷനുള്ള എല്ലാവർക്കും PCOD എന്താണെന്നറിയാമല്ലോ? ഇല്ല. PCOD എന്ന് പറഞ്ഞാൽ നമ്മുടെ അണ്ഡാശയത്തിൽ കൊഴുപ്പടിയുക. ചില പെൺകുട്ടികൾ ഈ മെൻസസ് തെറ്റുന്നു, ഡേറ്റ് തെറ്റുന്നു, അല്ലെങ്കിൽ പ്രഗ്നൻസി കുറച്ച് ആവാനായിട്ട് ലേറ്റ് ആവുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഡോക്ടറിൻ്റെ അടുത്ത് സ്കാനും ചെയ്ത് പോകുമ്പോഴത്തേനും പറയും PCOD ആണ്, വയറ് കുറയ്ക്കണം, മധുരം കഴിക്കരുത്, അല്ലെങ്കിൽ കുറച്ച് ഗുളികകളൊക്കെ തന്നു വിടും, ഇതൊക്കെ കഴിച്ചാൽ മതി എന്നൊക്കെ. ഇതാണ് PCOD. ഈ PCOD എന്താണ്? അണ്ഡാശയത്തിന് മേളിൽ കൊഴുപ്പടിയുക, ഫാറ്റ് അടിയുക. അതിൻ്റെ കാരണം എന്താണ്? നമ്മുടെ മധുരത്തിൻ്റെ അമിത ഉപയോഗം. ഇങ്ങനെ ഉള്ളവരിലും കുറച്ച് കഴിയുമ്പോൾ എന്തുണ്ടാവും? ഷുഗർ ഉണ്ടാവും. അപ്പം നമുക്ക് ഈ ലക്ഷണങ്ങളിലൂടെയൊക്കെ നമ്മുടെ ശരീരത്തിൽ ഷുഗറിൻ്റെ അളവ് കൂടുന്നുണ്ടോ എന്നറിയാൻ പറ്റും. നമുക്കിങ്ങനെയുള്ള ശരീരത്തിലെ മാറ്റങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ശ്രദ്ധിക്കണം, അതിനനുസരിച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. പിന്നെ രാത്രി ഉറക്കത്തിൽ ഒരുപാട് പ്രാവശ്യം യൂറിനേറ്റ് ചെയ്യേണ്ടി വരിക, മൂത്രം ഒഴിക്കാൻ എഴുന്നേൽക്കേണ്ടി വരിക. പക്ഷെ അത് പുരുഷന്മാരുടെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒരു പ്രായം കഴിയുമ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറഞ്ഞൊരു ഗ്രന്ഥിക്ക് വീക്കം വരും. അതിൻ്റെ ഭാഗമായിട്ടും ചിലപ്പോൾ മൂത്രം ഫുള്ളായിട്ട് പുറത്ത് പോകാതെ പല തവണകളായിട്ട് മൂത്രം ഒഴിക്കാൻ എഴുന്നേൽക്കേണ്ടി വരാം. അതും ഷുഗറായിട്ട് കൺഫ്യൂസ്ഡ് ആവേണ്ട, സംശയം തോന്നിയാൽ ചെക്ക് ചെയ്തേക്കണം. ഒരു 35 വയസ്സ് കഴിയുമ്പോൾ ഒരു വർഷത്തിലൊരിക്കലോ ഒരു 6 മാസത്തിലൊരിക്കലോ ഷുഗർ, കൊളസ്ട്രോൾ, BP നിർബന്ധമായും ചെക്ക് ചെയ്ത് നോക്കണം. ഇതെല്ലാം കൂടെ ചേർത്തൊരു 100 രൂപയ്ക്ക് അകമൊക്കെ വരുള്ളൂ. ഇല്ല, നമ്മുടെ ഗവൺമെൻറ് ആശുപത്രി പോയാൽ അത്രയും പോലും വരില്ല. നിർബന്ധമായിട്ട് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടല്ലേ. ഇന്നത്തെ കാലഘട്ടത്തിനൊരു പ്രത്യേകതയുണ്ട്, എല്ലാ അസുഖത്തിനും ചികിത്സയുണ്ട്. ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, സമയത്തിനും കാലത്തിനും ഒക്കെ കണ്ടുപിടിച്ചുകൊണ്ടിങ്ങ് പോരണം. അപ്പോൾ നമ്മൾ അതിനുള്ള പരിഹാരവും കൂടെ പറഞ്ഞു തരും. ഇത് പല ആളുകളും നമ്മളടുത്ത് എത്തുന്നത് അത് അങ്ങേയറ്റം പ്രശ്നമായിട്ടാണ്. എന്ന് വെച്ച് അവരത് അറിയാതിരുന്നതും ആയിരിക്കില്ല. അറിഞ്ഞിട്ട് ഇത് തുടക്കത്തിലേ പോയാൽ ഡോക്ടർ ഗുളിക തന്നാലോ എന്ന് ഗുളികേനെ പേടിക്കും. ഇതിനകത്ത് വേറൊരു പ്രശ്നം, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. നമ്മുടെ ശരീരത്തിലെ ഈ കളർ ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഓക്കെ ഷുഗർ ഉണ്ട്, നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റി. പിന്നെ നമുക്ക് പാരമ്പര്യമാണോ ഷുഗർ? പാരമ്പര്യത്തിൽ വരാം, കറക്റ്റാണ്. നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ അപ്പനും അമ്മയ്ക്കും ഷുഗർ ഉണ്ടെങ്കിൽ നല്ല ശതമാനവും ചാൻസ് ഉണ്ട് മക്കൾക്ക് ഒരു ഏജ് കഴിയുമ്പോൾ ഷുഗർ വരാൻ. അത് നേരത്തെ നമുക്ക് ഷുഗർ വരാൻ പോകുന്നതിനെ പ്രതിരോധിച്ച് നിർത്താൻ പറ്റുമോ, നേരിട്ട് നിർത്താൻ പറ്റുമോ? പറ്റും. എങ്ങനെയാണ്? കൃത്യമായ ചിട്ടയായ ജീവിതശൈലികളിലൂടെ. എങ്ങനെ? മധുരത്തിൻ്റെ ഉപയോഗം മാക്സിമം കുറയ്ക്കുക. നമ്മൾ എല്ലാ ദിവസവും മധുരം ഉപയോഗിക്കുന്നവരാണ്. അത് ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. എല്ലാ ദിവസവും പഞ്ചസാര പോലും നമ്മൾ മിനിമം ഒരു 4 സ്പൂണെങ്കിലും ഉപയോഗിക്കുന്നവരല്ലേ എല്ലാവരും? ചായയിൽ എത്ര സ്പൂൺ പഞ്ചസാര വേണം എല്ലാവർക്കും? ഒരു ദിവസം എത്ര ചായ കുടിക്കും? നമ്മളായിട്ടിട്ട് കുടിക്കുന്നത് എത്ര? നമ്മളെ കുടിപ്പിക്കുന്നത് എത്ര? പോകുമ്പോൾ കിട്ടുന്നത് എത്ര? ചായകളുടെ എണ്ണത്തിൽ തന്നെയായി നമുക്കൊരാഴ്ച കഴിക്കാനുള്ള ഷുഗറിൻ്റെ ഇത് ഒരു ദിവസം കൊണ്ട്. ഇങ്ങനെയാണ് പല സാഹചര്യത്തിലും നമ്മൾ മലയാളികൾക്ക് ഷുഗർ കൂടുന്നതെന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്നാൽ പാൽ ചായ മാത്രം മതിയോ? ഇല്ല, ഇടയ്ക്കിടയ്ക്ക് കട്ടൻ, ഉറക്കം വരാതിരിക്കാൻ, എനർജി കിട്ടാൻ. കഫീൻ അഡിക്ഷനാണിത്. ഇവർ പുകവലിക്കുകയും സിഗരറ്റ് വലിക്കുക അല്ലെങ്കിൽ കള്ള് കുടിക്കുകയൊക്കെ ചെയ്യുന്ന വലിയ അപരാധമാണ്. പക്ഷെ ചായ എത്ര വേണേലും കുടിക്കാം, അങ്ങനൊന്നുമില്ല. ചായ അഡിക്ഷനാണ്. ഇതേ ദുശീലത്തിൽ പെടുന്നൊരു സാധനമാണ് ചായ. ഇത്ര മണിയായി, എനിക്ക് ചായ കിട്ടിയേ പറ്റൂ. രാവിലെ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു ചായ ഇല്ലാതെ എനിക്ക് അടുക്കളയിൽ കയറാൻ പറ്റത്തില്ല ഡോക്ടറെ എന്നാണ് പറയുന്നത്. ഇത് അഡിക്ഷനാ.
മാറ്റണം. നമ്മൾ പിള്ളേരെ ഉപദേശിക്കണം, ഈ ദുശീലമൊക്കെ മാറ്റി. ഇതെങ്ങനെയാണോ രാത്രി മൊബൈൽ കാണാതെ നിനക്കൊന്നും ഉറങ്ങാൻ പറ്റാത്ത? അതുപോലെ വരുന്നൊരു ദുശീല രാവിലെ ഈ ചായ കുടിക്കാതെ അടുക്കളയിൽ കയറാൻ പറ്റില്ല എന്ന് പറയുന്നത്. നമ്മൾ ഈ ചായ കുടിക്കാതെ, അത് പ്രത്യേകിച്ച് മധുരം ഇട്ടിട്ടുള്ള ചായ കുടിക്കാതെ ഈ അടുക്കളയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്റ്റോർഡ് ഫാറ്റ് ഉപയോഗിക്കപ്പെടും. നമ്മളൊരു ചായയിൽ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് രാവിലെ നമ്മൾ അടുക്കളയിൽ കയറുക, അല്ലെങ്കിൽ നമ്മൾ രാവിലത്തെ പണികളൊക്കെ ചെയ്യാമെന്നിരിക്കട്ടെ, നമ്മൾ ദേഹം അനങ്ങി ചെയ്യുന്ന ജോലികളിലെ ആ എനർജി എവിടെ നിന്ന് എടുക്കും? ആ വയറ്റിൽ കിടക്കുന്ന പഞ്ചസാരയിൽ നിന്ന്. നമ്മൾ ആ പഞ്ചസാര രാവിലെ കുടിച്ചില്ലായിരുന്നെങ്കിലോ ഉറപ്പായിട്ടും ശരീരത്തിൽ അടിഞ്ഞു കിടക്കുന്ന കൊളസ്ട്രോളിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിനകത്ത് നിന്ന് ഷുഗർ ഉണ്ടായി രാവിലെ എടുത്തേനെ. മനസ്സിലായോ? അപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു മധുരയിട്ട ചായ നല്ലതാണോ? അല്ല, മാറ്റാനുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തത് ഇനി ഇതാണ് ഷുഗറിൻ്റെ എന്താ പറയുക ആദ്യത്തെ സ്റ്റെപ്പ്. നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ഏകദേശം 35 വയസ്സ് കഴിയുമ്പം 6 മാസത്തേക്ക് ഒരിക്കലും പോയി നോക്കി, അല്ലെങ്കിൽ ഇതുപോലെ കളർ ചേഞ്ച് വന്നപ്പം അതിനനുസരിച്ച് പോയി ടെസ്റ്റ് ചെയ്തു. പാരമ്പര്യമായിട്ടുള്ളവർ അതിനനുസരിച്ച് ശ്രദ്ധിക്കുന്നു. ഇനി അഥവാ കണ്ടുപിടിച്ച് എന്നേലും ഒരു ദിവസം ഷുഗർ നമ്മൾ ടെസ്റ്റ് ചെയ്ത സമയത്ത് കോയിൻസിഡൻ്റലി കണ്ടു ഒരു 185 കണ്ടു. അയ്യോ, എനിക്ക് ഷുഗറായി. പിന്നെ അന്നത്തെ ദിവസം ഉറക്കമില്ല. പിറ്റേ ദിവസം ഡോക്ടറെ കാണാൻ പോവോ? അത് ശരിയല്ല. ആദ്യം എവിടെ നോക്കും? ഇന്നത്തെ പിള്ളേർ എവിടെ നോക്കും? ഷുഗർ ആദ്യം കണ്ടുപിടിച്ച യൂട്യൂബ്, ഗൂഗിൾ സെർച്ച്. എവിടെ? എനിക്ക് ഷുഗർ 185 ഉണ്ട്. ഇതിൻ്റെയൊക്കെ അർത്ഥം എങ്ങനെയാണ് ഗൂഗിൾ കണ്ടുപിടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇങ്ങനെ തന്നെ ടൈപ്പ് ചെയ്യും, എനിക്ക് ഷുഗർ 185 ഉണ്ട്, ഇനി ഇതിന് പകരം എനിക്ക് എന്ത് ചെയ്യാം, എന്ത് മരുന്ന് കിട്ടും എന്ന്. ശരിക്കും ഈ യൂട്യൂബിൽ ഓൾറെഡി ഒരാൾ എഴുതി വെച്ച കുറച്ച് കാര്യങ്ങളാണ്. കുറേ ഡേറ്റാസൊക്കെ ശരി തന്നെയാണ്, പക്ഷേ ഈ ഡേറ്റാസ് ഇല്ല. ഗൂഗിൾ ക്രോമിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കുന്ന കുറേ ഡേറ്റാസിനെ പിന്നെയും ഞാൻ അനുകൂലിക്കുന്നു. ഈ യൂട്യൂബിനകത്ത് കയറിയിരുന്ന് എനിക്കുണ്ടൊരു യൂട്യൂബ് ചാനൽ. ഇതിനകത്ത് ആരും എൻ്റെ അടുത്ത് ഇതുവരെ ഞാൻ ഡോക്ടറാണെന്നുള്ള സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടല്ല എന്നോട് യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് എനിക്ക് പെർമിഷൻ തന്നത്. ഞാനൊരു ദിവസം ചുമ്മാ എൻ്റെ ഫോൺ നമ്പർ കൊടുത്ത് ഒരു ചാനൽ അങ്ങ് തുടങ്ങി. ഒരു ദിവസം ഒരു വീഡിയോയും എടുത്തിട്ടു. ഇത്രേ ചെയ്തുള്ളൂ. കുറേ ആൾക്കാർ ഇതാ സബ്സ്ക്രൈബ് ചെയ്യുന്നു, ഫോളോ ചെയ്യുന്നു, ഞാൻ പറയുന്ന എന്ത് കാര്യവും ഷെയറും ചെയ്യുന്നു. ഇത് സത്യമാണെന്ന് ആരെങ്കിലും പോയി നോക്കിയോ? ഇതുപോലെ തന്നെയാണ് എല്ലാവരും വീഡിയോ ഇടുന്നേ. ഇവരൊക്കെ ഈ ഇത് ഷുഗറിന് ഇന്ന സാധനം കഴിച്ചാൽ ഷുഗർ കുറയുമെന്ന് പറയുന്ന ആളുകളുടെയൊക്കെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പോൾ പിന്നെ എങ്ങനെ അതൊക്കെ വിശ്വസിക്കാൻ പറ്റും? മനസ്സിലായോ? നമ്മൾ കാണിക്കുന്ന വലിയൊരു അബദ്ധമാണ്. എന്താ ഏതാന്നറിയാതെ നമ്മൾ ഏതെങ്കിലും ഒരു ചാനലിലൊക്കെ പോയി കണ്ടിട്ട് അതിനനുസരിച്ച് അടുത്ത് സ്വയം ചികിത്സ അങ്ങ് തുടങ്ങും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഷുഗർ ഇങ്ങനെ കൂടി കണ്ടാൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. വെറുതെ ജസ്റ്റ് അതിൻ്റെ കൂടെ ചിലപ്പോൾ കൊളസ്ട്രോളോ BP അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ട്. ഷുഗർ തനിയെ ഇപ്പം ഈ പറഞ്ഞ പോലെ ജീവിതശൈലിയായിട്ടാണ് ഷുഗർ ഏറ്റവും കൂടുതൽ വരുന്നത്. നമ്മുടെ കാരണവന്മാർക്കുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നല്ല പ്രായത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ മധുരം ഉപയോഗിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ കൊഴുപ്പടങ്ങിയ ആഹാര സാധനങ്ങൾ ഉപയോഗിക്കുന്നവരായിരിക്കും. നമുക്ക് വ്യായാമം തീരെ ഉണ്ടാവുകയില്ല. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഒരു പ്രായം കഴിയുമ്പോൾ ഷുഗർ വരും, സ്വാഭാവികം. ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡോക്ടറെ ഒന്ന് പോയി കാണാം. ഇതല്ലാതെ ചിലപ്പോൾ ചില മെഡിസിൻസിൻ്റെ ഭാഗമായിട്ട്, ചില നമ്മുടെ ഹാബിറ്റുകളുടെ ഭാഗമായിട്ട് ഷുഗർ വരാം. ഞാൻ ഒരുപാട് കുട്ടികളെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഒരു 20 സംതിങ്ങിലുള്ള ആൺകുട്ടികൾ ഭയങ്കര ഹൈ ഷുഗർ 300 ആയിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുക. അവരൊരിക്കലും ഷുഗർ രോഗം കാണിക്കാനായിട്ടല്ല, മറ്റെന്തെങ്കിലും അസുഖം കാണിക്കാനായിട്ട് വരുമ്പം ഇത്രയും ഹൈ ഷുഗർ നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കുമ്പോഴാണ് ഈ ചൂട് കാലാവസ്ഥയിൽ അവർ കുടിക്കുന്ന വെള്ളം ഡ്രിങ്ക്സേ ഇറങ്ങും. കലക്കിയാലേ ശരിയാവും, നല്ല മധുരം ഉണ്ടെങ്കിലേ ആശ്വാസം. സത്യസന്ധമായിട്ട് പറഞ്ഞേ, ഒരു നല്ല ഇതുപോലെ മധുരമൊക്കെ ഇട്ട് കലക്കി ഒരു പാനീയം കുടിച്ചാൽ ശരിക്കും ദാഹം മാറുന്നുണ്ടോ? അപ്പോഴത്തേക്കൊരു ആശ്വാസം കിട്ടും. 5 മിനിറ്റ് കഴിയുമ്പോൾ തൊണ്ട എന്താ വീണ്ടും ഡ്രൈ അല്ലേ? അപ്പോൾ ശരിക്കും നല്ല രീതിയിലൊരു വെള്ളം വാങ്ങിച്ച് കുടിക്കുന്നതല്ലേ, സാധാ ഒരു വെള്ളം വാങ്ങിച്ച് കുടിക്കുന്നതല്ലേ നല്ലത്? അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് തിളപ്പിച്ചാർച്ച് കൊണ്ടുപോയ ഒരു കുപ്പിയിലൊരു ബോട്ടിൽ വെള്ളം കരുതിയിരുന്ന് കുടിക്കുന്നതല്ലേ നല്ലത്? അപ്പോൾ ചൂട് കാലാവസ്ഥയിൽ പോയി നാരങ്ങ വെള്ളം കുടിക്കാൻ പാടുണ്ടോ? നാരങ്ങ വെള്ളം കുഴപ്പമില്ല, 7-Upഉം പെപ്സിയൊക്കെയാണ് കുഴപ്പമല്ലേ? ആണോ? എല്ലാം കുഴപ്പമാണ് കേട്ടോ. മധുരമാണോ പഞ്ചസാര? എത്ര സ്പൂണാണ് പഞ്ചസാര ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതും ഒരാഴ്ച നമുക്ക് കൺസ്യൂം ചെയ്യാനുള്ള ഷുഗർ ആയിരിക്കും ആ ഒരൊറ്റ നേരത്തിൽ നമുക്ക് കലക്കി തരുന്നത്. ഒരു കാരണവശാലും ഈ പറഞ്ഞ ജ്യൂസസ് അമിതമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല, പഞ്ചസാര ആഡ് ചെയ്തിട്ട് വരുന്നത്.
അപ്പം ഞാൻ ഈ പറയുമ്പോഴെല്ലാം പഞ്ചസാര 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 എന്നാണ് പറയുന്നത്. ശർക്കര കുഴപ്പമില്ലല്ലോ? കുഴപ്പമാണ്. പക്ഷെ കരിപ്പെട്ടി നല്ല സാധനമാണ് ആണോ? അല്ല, അല്ല, കരിപ്പെട്ടി നല്ലതല്ല, ഷുഗർ കൂട്ടും. തേനോ? വെയിറ്റ് കുറയ്ക്കാൻ തേൻ നല്ലതല്ലേ? ഷുഗർ കുറഞ്ഞോളും. ആണോ? അങ്ങനെ അഭിപ്രായം ഉണ്ടോ? ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ട് പറയൂല, ഇല്ലില്ല, നല്ലതല്ല, നല്ലതല്ല കേട്ടോ, ഷുഗർ കൂടും കേട്ടോ. പല ആളുകളുടെയും മിഥ്യാധാരണകളാണ് പഞ്ചസാര പറ്റിയില്ലെങ്കിൽ എന്താ ഈ മറ്റുള്ള മധുരമുള്ള ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാമെന്ന്. ഇതെല്ലാം ആരോഗ്യത്തിന് കേടാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മൾ ഷുഗർ രോഗം കണ്ടുപിടിച്ച് ആദ്യം കൺട്രോൾ ചെയ്യേണ്ട വസ്തുക്കളാണ്. മധുരം വായിലിടുന്ന സമയത്ത് മധുരം തോന്നുന്ന ആഹാരങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഓക്കെ, പ്രത്യേകിച്ച് നമ്മളായിട്ട് മധുരം ചേർത്ത് കഴിക്കുന്ന ആഹാര സാധനങ്ങൾ നിർബന്ധമായി നിർത്തണം. അതായത് പഞ്ചസാരയും ശർക്കരയും കരിപ്പെട്ടിയൊക്കെ ആഡ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ മാക്സിമം ഒഴിവാക്കുക തന്നെ ചെയ്യണം. അങ്ങനെ നമുക്ക് ഷുഗറിനെ ഒരു പരിധി വരെ ചെറുത്ത് നിൽക്കാൻ പറ്റും. നമ്മുടെ 185 ഷുഗർ കാണിച്ചതേ ഈ പറഞ്ഞ ചിട്ടയായ ജീവിതശൈലിയിലൂടെ മാറ്റാൻ പറ്റും. ആദ്യത്തെ സ്റ്റെപ്പ് മധുരം നിർത്തി. രണ്ടാമത്തെ സ്റ്റെപ്പ്, എല്ലാവരും ഈ മധുരം നിർത്തുന്നതും ഒരു പരിധി വരെ ഒരുപാട് ആളുകൾ ചെയ്യും. കുറച്ച് ആളുകൾ മാത്രമേ ഈ പറഞ്ഞ പോലെ ആഹാരം നിയന്ത്രിക്കാൻ പറ്റില്ല എന്നുള്ളൂ. മധുരം നിയന്ത്രിക്കുന്നത് ഓക്കെ. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണത്? വ്യായാമം. അത് മാത്രം പറയല്ലേ ഡോക്ടറെ, എന്തെങ്കിലും ഗുളിക തന്ന് വണ്ണം കുറച്ചാൽ മതി, വ്യായാമം ഒന്നും പറ്റൂല, എനിക്കതിനുള്ള സമയമില്ലെന്നാണ് പറയണേ. ഒരു ദിവസം 24 മണിക്കൂർ പോരാ, നമുക്ക് 1 മണിക്കൂറൂടെ കൂട്ടി ദൈവത്തോട് ചോദിച്ചാലോ? 24 മണിക്കൂറിനിടയിൽ എത്ര മണിക്കൂർ കിടന്ന് ഉറങ്ങും? ഇല്ല, ഉറക്കമൊക്കെ കുറവാണ്. ബാക്കി എത്ര മണിക്കൂർ ചുമ്മാ വർത്താനം പറഞ്ഞ് കളയുന്നേ അല്ലേ? എത്ര മണിക്കൂർ വേസ്റ്റ് ചെയ്ത് കളയുന്നുണ്ട് നമ്മളൊരു ദിവസത്തിൽ, ഒരു കാര്യമില്ലാത്ത കാര്യത്തിന്. ചുമ്മാ അവരങ്ങനെ പറഞ്ഞു, എന്നാലും അവരെന്നോടങ്ങനെ സംസാരിക്കാമായിരുന്നോ ചോദിച്ച് മണിക്കൂർ കണക്കിന് ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് വളർത്തിയ മകൻ എന്നോട് അങ്ങനെ പെരുമാറിയില്ലേ? ഇത്ര മണിക്കൂർ ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് ഇത് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ആവശ്യമില്ല. ഈ സമയമൊക്കെ നമ്മൾ നമ്മുടെ ശരീരത്തിന് വേണ്ടി ചിലവാക്കുക. നമ്മുടെ ദൈവം നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ ആത്മാവിൻ്റെ ആലയമാണ് നമ്മുടെ ശരീരം. അപ്പം ആ ശരീരത്തിന് അമ്മാതിരി സൂക്ഷിക്കേണ്ട ഒരു സാധനമാണ്. അന്നേരമാണ് എപ്പോഴും നോക്കിയാലും കണ്ണീരും വരവേട്ടോ. പാവം ദൈവം ഒരു സമയം അറിയാതെ പറഞ്ഞു കണ്ണീരോടെ പ്രാർത്ഥിക്കുമെന്ന്. ദൈവത്തിന് ഇപ്പം സമാധാനം കൊടുക്കുന്നില്ല കരങ്ങി മനുഷ്യന്മാർ. അത് കഴിഞ്ഞ് ആനന്ദിക്കുക, സന്തോഷിക്കുക എന്നൊക്കെ ദൈവം അപ്പുറത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും കേൾക്കാൻ പറ്റില്ല, ഞാൻ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ ആളുകളുടെ ഒരു ആറ്റിറ്റ്യൂഡ് കേട്ടോ. ഈ എപ്പോഴും മാക്സിമം പ്ലസൻ്റ് ആയിട്ടിരിക്കുക, നല്ലോണം എക്സസൈസ് ചെയ്യുക. പ്രത്യേകിച്ച് രാവിലെ എക്സസൈസ് ചെയ്യാനായിട്ടാണ് ഡോക്ടേഴ്സ് എല്ലാം പറയുക അല്ലേ? ശരിയല്ലേ? രാവിലെ എക്സസൈസ് ചെയ്യാനായിട്ട് ഞാൻ അധികം ആരോടും പറയാറില്ല. ചിലപ്പോൾ ഈ ഒരു വിഭാഗം ആളുകൾക്ക് ചിലപ്പോൾ അത് പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കും രാവിലെ എക്സസൈസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ. ഈ ഇപ്പുറത്തോടിരിക്കുന്ന ആളുകൾക്ക് എന്താ വരുമെന്ന് പറഞ്ഞാൽ, രാവിലെ എഴുന്നേറ്റിട്ട് എൻ്റെ ഡോക്ടറെ കൊച്ചിനെ വിടണം, ഭർത്താവിന് പോകണം, എനിക്കത് ചെയ്യണം, ഇത് ചെയ്യണം, ഞാൻ ഈ സമയത്ത് അടുക്കളയിൽ കയറിയാലേ ഇതൊക്കെ തീരുള്ളൂ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്ത് നിങ്ങൾ രാവിലെ എക്സസൈസ് ചെയ്യാൻ പോകില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് എപ്പോഴാണേലും കുഴപ്പമില്ല, രാവിലെ ചെയ്യുന്നത് നല്ലത്. പറ്റുന്നില്ലേ സാരമില്ല, രാവിലെ തന്നെ എന്ന് പറഞ്ഞിരിക്കണ്ട. എപ്പം നിങ്ങൾക്ക് സമയം കിട്ടുമോ അപ്പം നിങ്ങൾക്ക് കണ്ടുപിടിച്ച് വ്യായാമം ചെയ്യാം. സീരിയൽ കാണാതെ ഉറങ്ങാൻ പറ്റാത്ത ആൾക്കാർ എത്ര പേരുണ്ട് ഇവിടെ? കണ്ടോ? കുഴപ്പമില്ല, കരച്ചിൽ സീരിയലൊക്കെ കണ്ടോ, പക്ഷെ നടന്നുകൊണ്ട് കാണും, ഇരുന്നും കിടന്നും കാണരുതേ. എത്ര നേരം വീട്ടിൽ കല്യാണം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ അമ്മയെ വിളിച്ചും കൂട്ടുകാരികളെ വിളിച്ചും ഒക്കെ സംസാരിക്കാറില്ലേ? വിശേഷങ്ങളൊക്കെ പറയാറില്ലേ? ഇരുന്നും കിടന്നും സംസാരിക്കല്ലേ, നടന്നുകൊണ്ട് സംസാരിക്കുക. എക്സസൈസ് ആ സമയം നമുക്ക് എക്സസൈസിന് വേണ്ടി കൺസ്യൂം ചെയ്യാം, ഉപയോഗിക്കാം. മനസ്സിലായോ? അങ്ങനെ നമുക്ക് ഉള്ള സമയത്തിൽ നിന്ന് തന്നെ നമുക്ക് നിർബന്ധമായും വ്യായാമം ചെയ്യാനുള്ള സമയം നമ്മൾ കണ്ടെത്തിയിരിക്കണം. ഓക്കെ. പിന്നെ ഉറക്കത്തിന് എന്തെങ്കിലും ഇതിനകത്ത് പ്രാധാന്യമുണ്ടോ? ഉണ്ട്. ഉറക്കം നല്ലോണം കിട്ടിയാൽ അതിനനുസരിച്ച് നമ്മുടെ ഹോർമോൺസൊക്കെ സ്റ്റെബിലൈസ്ഡ് ആവും. ഇമാതിരിയുള്ള കറക്റ്റ് സമയത്ത് പ്രവർത്തിക്കുന്നതുകൊണ്ട് ദഹനം മറ്റു കാര്യങ്ങളൊക്കെ കറക്റ്റ് രീതിയിൽ നടക്കും. അപ്പോൾ നമ്മുടെ ഏകദേശം ഈ പറഞ്ഞ ഷുഗർ കാര്യങ്ങളൊക്കെ കൺട്രോൾഡ് ആയിട്ട് നിൽക്കും. രാത്രി തോന്നിയ സമയത്ത് ഉറങ്ങുകയാണ്. ഇപ്പോൾ ഒരു ഏജിലുള്ള, അതായത് ഇപ്പോൾ ഈ 10-40 വയസ്സിനകമുള്ള ആൾക്കാർ ചെയ്യുന്ന വലിയൊരു വിഡ്ഢിത്തമാണ് ഈ ഒരു പണിയും കൂടെ തീർത്തിട്ട് ഞാൻ ഉറങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കും ആ പണി ചെയ്യാനായിട്ട്.
അല്ലെ രാവിലെ ഇത്ര മണിക്ക് എഴുന്നേക്കാം. സ്കൂൾ പിള്ളേരാണേലും ഈ ഒരു 10-15 വയസ്സുള്ള പിള്ളേർ പഠിക്കാനായിട്ട് വെളുപ്പം കാലത്ത് 2 മണിക്കൊക്കെ എഴുന്നേക്കുന്നതാണ്. എന്തോ കാര്യത്തിനാണെന്ന് എനിക്കറിയത്തില്ല. ബാക്കി സമയങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് വേസ്റ്റ് ചെയ്യുന്ന സമയമുണ്ട്, ഇല്ല. പക്ഷേ ഈ അർദ്ധരാത്രിയിൽ എഴുന്നേറ്റിരുന്ന് പഠിക്കും. നമുക്ക് പിന്നെ ഉറങ്ങാം എന്ന് പറഞ്ഞ് വെക്കും. അപ്പോൾ ഈ ഉറക്കം അവിടെ നിന്ന് കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇവന്മാർ എന്നെ വേണ്ട, കുറച്ച് കഴിയുമ്പോൾ 45 വയസ്സ് കഴിയുമ്പം ഉറക്കത്തിന് നമ്മളെ വേണ്ട, നീ കിടക്ക്, ഉറക്കം എനിക്ക് സൗകര്യമുള്ളപ്പോൾ വരെ. നമ്മൾ നേരത്തെ ഉറക്കത്തിനോട് അങ്ങനെയല്ലേ പറഞ്ഞേ, അല്ലേ അമ്മേ? കിടന്ന ഉടനെ ഉറക്കം വരുമോ നമ്മളെ തന്നെ അന്വേഷിച്ച്? പണ്ട് ഉറക്കത്തിനോട് ചെയ്തതിന് ഉറക്കം തിരിച്ചു ചെയ്യുന്നതാ. പ്രതികാരം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉറക്കത്തിനോട് കുറച്ചൊരു മര്യാദയൊക്കെ കാണിക്കണം. ആ രാത്രി കിടക്കേണ്ട സമയത്ത് ശരിക്കും ഈ സൂര്യനും ചന്ദ്രനും മാറി മാറി വരുന്നത് തന്നെ നമുക്ക് റെസ്റ്റ് എടുക്കാനാണ്. പക്ഷേ ആരെങ്കിലും അത് ഫോളോ ചെയ്യുന്നവരുണ്ടോ? ഇപ്പം നമുക്കിത് ഇലക്ട്രിസിറ്റി വന്നു, ഫാൻ വന്നു, ഓക്കെ കൊള്ളാം, കുഴപ്പമില്ല, ചൂടൊക്കെ മാറും. ലൈറ്റ് വന്നു, രാത്രി നമ്മൾ ഇരിക്കുക. ശരിക്കും ദൈവം ഉദ്ദേശിച്ച് നമ്മൾ ബാക്കി അത്രയും സമയം ഉറങ്ങിക്കോളാനാ, റെസ്റ്റ് എടുത്തോളാനാ. പക്ഷെ ഇപ്പോഴോ നമ്മൾ അത്രയും സമയം കൂടുതൽ അധ്വാനിച്ച് നമ്മൾ ചോദിച്ച് മേടിക്കുക ഇമാതിരിയുള്ള അസുഖങ്ങൾ. മനസ്സിലായോ? അപ്പോൾ നിർബന്ധമായിട്ട് ഉറങ്ങേണ്ട സമയം നമ്മൾ ഉറങ്ങുക തന്നെ ചെയ്യണം. ഓക്കെ, ഇങ്ങനെയൊക്കെ നമുക്ക് ഈ ഷുഗറിനെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനിയിപ്പം 185 കിടന്ന ഷുഗറാണ്. ഇത് നമ്മൾ ഒരു മാസം നല്ല ശതമാനം ആളുകൾ കാണിക്കുന്ന വേറൊരു അബദ്ധമാണ്. ഈ 185 ഷുഗർ കണ്ടു, ഓക്കെ, കൺട്രോൾ ചെയ്തു. പിന്നെ അടുത്ത മാസം പോയി ചെക്ക് ചെയ്തു, നല്ലോണം മധുരമൊക്കെ നിർത്തി, നല്ലോണം ഓടാനും ചാടാനും ഒക്കെ തുടങ്ങി, ജിമ്മിലൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് അടുത്ത മാസം പോയി ഷുഗർ സ്വയം ടെസ്റ്റ് ചെയ്യും, ഡോക്ടറെയൊന്നും കാണില്ല, സ്വയം ടെസ്റ്റ് ചെയ്യും. 120 നോർമൽ, പക്ക, കറക്റ്റ്, എല്ലാം റെഡിയായി. അടുത്ത ദിവസം അളിയാ വരുന്നോ, നമുക്ക് ഫുഡ് കഴിക്കാം. ആയിക്കോട്ടെ അളിയാ, ബാ പോവാം. ഫുഡ് കഴിക്കുന്നു, പെപ്സി, ആയിക്കോട്ടെ, കുഴപ്പമില്ല, എനിക്ക് ഷുഗർ മാറിയല്ലോ, ഞാൻ വിചാരിച്ച നേരെ ആക്കാമല്ലോ. ഇവിടെ ഐസ്ക്രീം ഉണ്ട്, കുഴപ്പമില്ല, എനിക്ക് ഷുഗർ ഇല്ലല്ലോ, ഞാൻ വിചാരിച്ച് അതിനെ നേരെയാക്കാൻ പറ്റുമല്ലോ. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പഞ്ചസാരയുള്ള എല്ലാ സാധനങ്ങളും കലക്കി കുടിക്കും. ഇന്നിനി ജിമ്മിൽ പോകണോ, മഴയൊക്കെ അല്ലേ പുറത്ത്, വേണ്ട പോണ്ട. നമ്മുടെ ജീവിത രീതിയൊക്കെ പിന്നെയും പഴയ മടിയം മല ചുമക്കും കാറ്റഗറി തന്നെ വന്നു. ഇനി അടുത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ആ മലയുടെ ഭാരം നമ്മൾ അറിയുന്നത്. എത്രയായിരിക്കും അന്നേരം നമ്മുടെ ഷുഗർ? 300. അപ്പോൾ ഡോക്ടറെ കാണാം. ഡോക്ടർ പറയും HbA1c ചെക്ക് ചെയ്യും മിക്കവാറും, 3 മാസത്തെ ആവറേജ് ഷുഗർ നിലവാരം. രക്ഷയില്ല മോനെ, ഇത് ഇത്രയും ക്രോസ് ചെയ്തു, മരുന്ന് തുടങ്ങുന്നതാണ് നല്ലത്. ഡോക്ടർ 1 മാസം ഞാൻ ഇപ്പം ശരിയാക്കിക്കൊണ്ട് വരാം. ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല, ഹോസ്പിറ്റലിൽ സ്ഥിരം നടക്കുന്ന കാര്യമാണ്. അടുത്ത മാസം ഞാൻ ശരിയാക്കിക്കൊണ്ട് വരും. ശരി, ആ ആൾ പറഞ്ഞത് ശരിയായിരിക്കും, അടുത്ത മാസം ഒരു 150 റേഞ്ചൊക്കെ പിടിച്ചുകൊണ്ട് വരും. പക്ഷെ പിന്നെയും അതിൻ്റെ അടുത്ത മാസം ഈ സാധനം വീണ്ടും മറക്കും. ഇത് വീണ്ടും പഴയ കാര്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ എല്ലാ ആളുകൾക്കും ഉള്ളൊരു പ്രശ്നം, മരുന്ന് എന്തോ ഒരു ഭീകര സാധനമാണെന്നാണ് വിചാരിക്കുന്നത്. ടാബ്ലറ്റ്, ദൈവമേ, ഷുഗറിന് ഗുളിക തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ കുഴപ്പം? ഷുഗറിന് ഗുളിക തുടങ്ങി എന്തായിരുന്നു കുഴപ്പം? ഏറ്റവും വലിയ കുഴപ്പം എന്താ? അതാണ്, സ്ഥിരം ആ ഗുളികയിലായി പോകും. അതാണ് എല്ലാവരുടെയും പ്രശ്നം. എൻ്റെ പൊന്നോ, ഗുളിക തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം. അതുകൊണ്ട് ഡോക്ടർ ഇപ്പം തുടങ്ങണ്ട. ഗുളികയല്ല ജീവിതകാലം മൊത്തം ആകുന്നത്, ആ ഷുഗറാ. ആ ഇടയ്ക്ക് വന്ന് കയറി ആ 185 തുടങ്ങിയവനാ കുഴപ്പക്കാരൻ, അല്ലാതെ ഗുളികയല്ല. ഗുളിക ഒരിക്കലും തുടങ്ങിയ ജീവിതകാലം മൊത്തം എന്നൊരു സാധനം ഇല്ല. ഈ ഷുഗറാണ് തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം നമ്മളെ ടോർച്ചർ ചെയ്യുന്നത്. നമ്മൾ മരുന്നിന് പകരമാണ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ആഹാരം കൺട്രോൾ ചെയ്തതും വ്യായാമം ചെയ്തതും. ഇത് നിർത്തുമ്പോൾ ഷുഗർ വരും, ഗുളിക നിർത്തുമ്പോൾ ഷുഗർ കൂടും എന്ന് പറയുന്ന പോലെ തന്നെ ഈ നമ്മുടെ ക്രമീകരണങ്ങളൊക്കെ തെറ്റുമ്പോൾ ഷുഗർ വീണ്ടും കയറി കൂടുക. മനസ്സിലായോ? ഗുളികയല്ല പ്രശ്നക്കാരൻ, ഷുഗറാണ് പ്രശ്നക്കാരൻ. മനസ്സിലായോ? നമ്മളാൽ സ്വയം സ്ഥിരം എക്കാലത്തും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞങ്ങൾ ഹാപ്പിയാണ്, നിങ്ങൾ ആരും ഗുളിക കഴിക്കേണ്ട. പക്ഷേ രാവിലെ വെറും വയറ്റിലെ ഷുഗർ നോക്കി 250, ഇവൻ ആഹാരത്തിൽ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? രാവിലെ വെറും വയറ്റിലെ ഷുഗർ നോക്കിയപ്പോൾ 250 കണ്ടത്. നാളെ ഷുഗർ നിയന്ത്രിക്കുമോ? പലരും പറയും ഞാൻ കൺട്രോൾ ചെയ്തോളാം, ഞാൻ ഡോക്ടറെ, ഞാൻ ആഹാരത്തിൽ നോക്കിക്കോളാം. എങ്ങനെ? 8 മണിക്കൂർ പട്ടിണി കിടന്നിട്ട് എടുത്ത ഷുഗറാണ് 250. ഇപ്പം ഇവനൊരു കാലിച്ചായ കുടിച്ച അവൻ്റെ ഷുഗറിൻ്റെ അവസ്ഥ എന്താ? മനസ്സിലായോ? ഇവരാണ് പറയുന്നത് ഞാൻ ആഹാരത്തിൽ നിയന്ത്രിച്ചോളാം. എങ്ങനെ? എന്തേലും കഴിക്കണ്ടേ മനുഷ്യന് ജീവനോടിരിക്കാൻ? മനസ്സിലായോ? ഇനിയിപ്പോൾ ഈ ഷുഗറിന് ഈ മരുന്നിനെ പേടിച്ച് നമ്മൾ മരുന്ന് കഴിച്ചില്ല.
എന്തൊക്കെയാണ് ഈ ഷുഗർ ചെയ്യാന്നറിയോ? എന്തൊക്കെ ചെയ്യുമായിരിക്കും നമ്മുടെ ശരീരത്തിൽ? ഈ ഷുഗർ എന്ന് പറയുന്ന രോഗം ഒരു സ്ലോ പോയിസണാണ്. പതിയെ പതിയെ ആയിരിക്കും നമ്മളെ കാർന്ന് തിന്നുക. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷുഗർ രക്തത്തിലൂടെയാണല്ലോ ഒഴുകി നടക്കുന്നത്. ഇപ്പം രക്തത്തിന് സാധാരണ ഉള്ളതിനേക്കാളും കൂടുതൽ കൊഴുപ്പാവും. അതിൻ്റെ കൂടെ ഷുഗറിൻ്റെ തൊട്ട് പുറകെ ഷുഗറിന് കുറച്ച് സഹോദരങ്ങളൊക്കെ ഉണ്ട്. ആരൊക്കെയാണ് അവരൊക്കെ? BP, കൊളസ്ട്രോള്, പിന്നെ BP-യും പ്രഷറും ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ കൂടി ഇങ്ങ് എത്തും. ഇപ്പം ഇവരൊക്കെ ഇങ്ങോട്ട് എത്തിക്കഴിയുമ്പോഴുമ്പം ഇവർ 3 പേരോട് അടുത്ത് പണി തരുന്ന ആർക്കാ? ഹാർട്ടിന്. അപ്പം കിട്ടും പണി. നമ്മൾ പറയില്ലേ, ഒരു കുഴപ്പവും ഇല്ലാത്ത ചെറുക്കനായിരുന്നു, പെട്ടെന്ന് എന്തോ പറ്റിയോവാ, പെട്ടെന്ന് അടിച്ച് വീണു. അവിടെ ഒരു ഫോട്ടോ കാണുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഇനി ഒരുപാട് പേര് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഫോട്ടോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ഞെട്ടിത്തെറിച്ച് നിന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു കുഴപ്പവും ഇല്ലാത്ത ചെറുക്കനായിരുന്നു എന്ന്. ആ ചെറുക്കൻ എന്നേലും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അവൻ്റെ ശരീരം ഈ കളർ ചേഞ്ചസ് പല തവണ കാണിച്ചിട്ടുണ്ടാവും. അല്ലെ അവന് ക്ഷീണമായിട്ട് പല സാഹചര്യങ്ങൾ വാർണിംഗ് കൊടുത്തിട്ടുണ്ടാവും. മോനെ ഇത് പാടില്ല, അല്ലെ മോളെ ഇത് പാടില്ല. പക്ഷേ ഇത് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഇവരെയും കൊണ്ടങ്ങ് നടക്കും. പുറത്ത് പറയോ? ഇല്ല, എനിക്ക് ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞാൽ നാണക്കേടാ. ഈ പ്രായത്തിൽ ഷുഗറോ? എൻ്റെ ഡോക്ടറെ പറയരുത്, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. പറയുന്നവർ ഒത്തിരി പേരുണ്ട്. ഷുഗർ രോഗി കല്യാണം കഴിച്ചാൽ എന്തെങ്കിലും പറ്റുമോ? അടുത്ത ജനറേഷൻ 30 കഴിഞ്ഞാൽ ഷുഗറാ, ഈ പരുവം പോവുകയാണെങ്കിൽ. അതുകൊണ്ട് ഇനി നാണക്കേടൊന്നും വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല ഷുഗറിനെ പറ്റിയിട്ട്. മര്യാദയ്ക്ക് കൺട്രോൾ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ അങ്ങ് പോവാം. ഇത്രയും ഷുഗർ വരാൻ കാരണം ഈ പറഞ്ഞ പോലെ ഫാസ്റ്റ് ഫുഡ് മാത്രമാണോ? അല്ല. ഈ ഗ്രൂപ്പിൽ ഒരു 60+ കഴിഞ്ഞ ആളുകൾക്കറിയാം, അവരുടെ ചെറുപ്പകാലത്ത് അവർക്ക് അന്നന്നത്തേക്കുള്ള ഫുഡ് കിട്ടിയാൽ വലിയ കാര്യമാണ്. അത് ഒരു നേരമൊക്കെ ഫുഡ് കിട്ടിയാൽ തന്നെ വലിയ കാര്യമായിരുന്നൊരു കാലം ഉണ്ടായിരുന്നില്ലേ ചാ നമുക്കൊക്കെ? ഇല്ലേ? ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് നമ്മുടെ കുഞ്ഞ് 4 നേരം കഴിച്ചില്ലേ നമുക്ക് അമ്മമാർക്ക് ഉറക്കമില്ല, അല്ലേ? ഇതുങ്ങളൊക്കെ അപ്പോൾ എനിക്ക് വേണ്ട, അയ്യോ അങ്ങനെ പറയല്ലേ മക്കളെ, എന്തേലും കഴിയും. അമ്മമാർക്ക് ഒരു സമാധാനം ഇല്ലാത്ത. എവിടെ അമ്മ? എവിടെ? ഇവിടെ വേറെ അമ്മമാരൊക്കെ ഇരിപ്പുണ്ടല്ലോ ഈ പരുവത്തിൽ. മക്കളെ കഴി എന്ന് പറഞ്ഞ് നടക്കുന്നത്. നമുക്കൊരു മനസ്സമാധാനം കിട്ടില്ല. ഞാനും ഒരു അമ്മയാണ്. അയ്യോ എൻ്റെ കൊച്ചു ഒരു നേരത്തേക്കൊന്നും കഴിച്ചില്ലേ ഭയങ്കര പ്രശ്നമാണ്. പണ്ട് നമ്മുടെ ആൾക്കാർ, നമ്മുടെ അപ്പൂപ്പന്മാരൊക്കെ ഒരു നേരം കിട്ടിയാൽ വലിയ പുണ്യം എന്ന് പറഞ്ഞ് ജീവിച്ച ആളുകളാണ്. ഇത് നമ്മൾ 3 നേരം കഴിക്കും, അല്ലെ കൂടി 4 നേരം കഴിക്കും. അതിൻ്റെ കൂടെയാണ് ഈ ഐസ്ക്രീമും മിഠായിയും കൂടെ തീറ്റ. എന്തായിരിക്കും അടുത്ത ജനറേഷനിലെ ആ ആളുകളുടെ അവസ്ഥ? എത്രയായിരിക്കും അവരുടെ ഷുഗർ 30ാമത്തെ വയസ്സിൽ? മനസ്സിലായോ? സാഹചര്യങ്ങൾ മാറുന്ന കണ്ടോ? ജീവിതശൈലി ഓരോ സാഹചര്യത്തിനനുസരിച്ച് മാറ്റം വരുന്നുണ്ട്. അപ്പം അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യണം. എപ്പോഴും ഈ പറഞ്ഞ ഈ ഒരു നേരം ഫുഡ് കഷ്ടി കഴിച്ച ആളുകൾക്കുൾപ്പെടെ ഈ പ്രായത്തിലുള്ള ഒരു കുഞ്ഞുങ്ങൾ ഒരു നേരം കഴിച്ചില്ലേ സമാധാനം ഇല്ല. എടീ അതിന് വല്ലതും കൊടുക്കണേ. നീ അത് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്, നീ ഫോൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ജോലിക്ക് പോയാൽ പറ്റുമോ? അതിന് വല്ലതും കൊടുക്ക്. തിന്നിട്ട് തിരിച്ചിട്ട് പോ, നിൻ്റെ കുഴപ്പമല്ലേ? അതിന് വാക്കി രുചിയായിട്ട് എന്തെങ്കിലും കൊടുക്ക്. നമുക്ക് ആരെങ്കിലും വാക്കി രുചിയായിട്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ടോ ചാ? ഉണ്ടോ? ഇല്ല. വേണേ തിന്നാൽ മതി. അങ്ങനെ വയ്ക്കുമ്പോൾ ഫുഡിനോടുള്ള ആ ഒരു ബഹുമാനം, ആ ഫുഡ് ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇതൊക്കെ ഈ ജനറേഷനിൽ വരും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിത രീതിയെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അതിനനുസരിച്ച് കൊണ്ടുപോയാൽ മാത്രമേ അടുത്ത തലമുറയിൽ. പിന്നെ ഈ ഒരു രീതിയുണ്ട്, കുറുക്ക് കാച്ചി കൊടുക്കുന്നത്. എത്ര ഷുഗർ കണ്ടന്റാ കുറുക്കിനകത്ത് വാരിയിടുന്നേ? എത്ര ശർക്കരയാ, എത്ര കരിപ്പെട്ടിയാ, എത്ര കൽക്കണ്ട? ഇല്ല, കൽക്കണ്ടം കുഴപ്പമില്ല. ആര് പറഞ്ഞു ഇതൊക്കെ? ശരിക്കും ഒന്ന് WHO ഇതനുസരിച്ച് നോക്കണം. ഒരു കുഞ്ഞിൻ്റെ ഷുഗർ കണ്ടന്റ് മാക്സിമം എത്ര വരെ ഒരു കുഞ്ഞിന് ഒരു ദിവസം എടുക്കാമെന്ന്. മനസ്സിലായോ? നമ്മുടെ മലയാളികളായിട്ട് നമ്മൾ കൊടുക്കുന്ന ഭയങ്കര പോഷക സമൃദ്ധമാണെന്ന് പറഞ്ഞ് കൊടുക്കുന്ന കുറുക്ക് പോലും ശരിക്കും ഒരു ദിവസം എടുക്കേണ്ട ഷുഗർ കണ്ടന്റിൻ്റെ പല തവണ മടങ്ങ് അധികമാണ്. മനസ്സിലായോ? അപ്പം ഈ പ്രായത്തിലേ വേണം ഇതൊക്കെ കൺട്രോൾ ചെയ്ത് വരാൻ. അല്ലാതെ 35 വയസ്സിൽ അല്ലെ 40 വയസ്സിൽ 155 ഷുഗർ കാണുമ്പോഴല്ല നേരെയാവാൻ നോക്കേണ്ടത്. ഈ പ്രായത്തിലേ നമ്മളിത് മാനേജ് ചെയ്യണം. ഷുഗർ ഇങ്ങനെയാണ്, അല്ലെ ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ ഇവയുള്ള ജീവിതശൈലി രോഗങ്ങൾ ബാധിക്കാതിരിക്കാൻ ചെറിയ പ്രായത്തിലേ നമ്മൾ എന്ത് ചെയ്യണം? കുഞ്ഞുങ്ങളെ ട്രെയിൻഡ് ആക്കണം. പഴയ കാലത്ത് നമുക്ക് ആഹാരം ഇല്ലാതിരുന്നത് കൊണ്ട് അസുഖം വന്നുകൊണ്ടിരുന്നത്. ഇന്നത്തെ കാലത്ത് ആഹാരം അമിതമാവുന്നതുകൊണ്ടാണ്. ഒത്തിരി പേഷ്യൻസ് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഡോക്ടറെ വിറ്റാമിൻ്റെ കുറവ്. ഈ കാലത്ത് ആർക്കാടെ വിറ്റാമിൻ്റെ കുറവുള്ളത്? ആർക്കെങ്കിലും ഉണ്ടോ? ഈ വൈറ്റമിൻ B-യോ വൈറ്റമിൻ A-യോ എന്തെങ്കിലും ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണോ ഈ കുടിക്കുന്നതും കഴിക്കുന്നതൊക്കെ? വൈറ്റമിൻ D3 എല്ലാവരും നോക്കുന്നുണ്ട്, എല്ലാവർക്കും കുറവാണെന്ന് കണ്ടുപിടിക്കുന്നുമുണ്ട്.
ധൈര്യമുണ്ടോ നല്ലോണം കൃഷിപ്പണി ചെയ്യുന്ന ഒരു അപ്പാപ്പനെ എടുത്തിട്ട് വൈറ്റമിൻ D3 ചെക്ക് ചെയ്ത് നോക്കാൻ? നോർമലായിരിക്കും. വൈറ്റമിൻ D3 കുറവുള്ള എത്ര പേരുണ്ട് ഇവിടെ? വൈറ്റമിൻ D3 ചെക്ക് ചെയ്തിട്ടുള്ള എത്ര പേരുണ്ട്? ആ എന്താ വെച്ചാ BP അതടുത്ത് വരുന്നു. ഇപ്പം നമ്മൾ ഷുഗറിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. ഷുഗർ ആദ്യം, അത് കഴിഞ്ഞ് BP വരും കേട്ടോ. അപ്പോൾ ഈ വൈറ്റമിൻ D3 എന്ന് പറയുന്ന സാധനം നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ കുറവാണ് കാണിക്കുന്നത്. ആണോ? ആർക്കെങ്കിലും വൈറ്റമിൻ D3 നോർമൽ കണ്ടിട്ടുള്ളവരുണ്ടോ? ഞാൻ ഇത്രയും കൊല്ലമായിട്ട് വളരെ അപൂർവമായിട്ടാണ് വൈറ്റമിൻ D3 ഒക്കെ നോർമൽ കണ്ടിട്ടുള്ളത്. ഈ വൈറ്റമിൻ D3 സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്നതാണ്. നമ്മളാരാ വെയിൽ കൊള്ളുന്നവരുണ്ടോ? അല്ലേ കിളയ്ക്കാനൊക്കെ ഈ പറഞ്ഞ പോലെ കൃഷിപ്പണിക്കൊക്കെ പോകണം, അതും ഷർട്ട് ഇടാതെ പോകണം, എന്നാലേ വൈറ്റമിൻ D3 സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുള്ളൂ. നമ്മൾ ഈ ഇതിനകത്ത് തന്നെ ഇരുന്ന്, അല്ലെങ്കിൽ ഒരു വീട്ടിനകത്ത് തന്നെ ഇരുന്ന് അത് ഫുള്ളി കവേർഡ് ഡ്രസ്സുകൾ വെക്കിട്ടുന്ന നമുക്ക് വൈറ്റമിൻ D3 കുറവായിരിക്കും. ആ പറഞ്ഞ ബുക്കിൽ പഠിപ്പിക്കുന്ന അത്രയും വൈറ്റമിൻ D3 ഒന്നും നമുക്ക് കിട്ടൂല. നമുക്ക് എന്തെങ്കിലും ഫിസിക്കലി ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രം അതിനെ കറക്റ്റ് ചെയ്യാൻ നടന്നാൽ മതി. അല്ലെ അതിൻ്റെ പുറകെ അത്രയും രൂപയല്ല. ഒരു വൈറ്റമിൻ D3 ടെസ്റ്റിന് എത്ര രൂപയാണ്? 600. എനിക്കും അറിയില്ല കൃത്യമായിട്ട്. അത്യാവശ്യം നല്ല റേറ്റ് വരും എന്നറിയാം. ചുമ്മാ കാശ് പോവും. വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. കണ്ണും പൂട്ടി പറയാം വൈറ്റമിൻ D3 ഒന്നും നോർമൽ ആവാൻ പോണില്ല. വൈറ്റമിൻ D3യുടെ കുറേ ഗുളികയും കഴിച്ചിട്ട് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോഴും ആ റേഞ്ച് തന്നെയാണ്. നോക്കിയിട്ടുണ്ടോ ഗുളിക കഴിച്ചിട്ട്? പോയി നോക്കണം. ആ കാറ്റഗറി തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് എന്താണ് നമ്മുടെ ഈ പറഞ്ഞ വൈറ്റമിൻ്റെ പോഷകാഹാര കുറവ് എന്ന് പറഞ്ഞ സാധനത്തിനേക്കാളും ഇന്ന് ഞാൻ കാണുന്നതെല്ലാം പോഷകാഹാര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആഹാരത്തിൽ ഈ കൂടി പോകാതിരിക്കാൻ എന്നാൽ കൃത്യമായ പോഷകമുള്ള എന്ത് കഴിച്ചാലും ആ ചെറിയ ക്വാണ്ടിറ്റിയിൽ കഴിക്കുന്ന ഗുണമുള്ള ആഹാര സാധനങ്ങളാവാൻ ശ്രദ്ധിക്കുക. ഇനി ഷുഗർ വന്നു, ഈ പറഞ്ഞത് 250 ക്രോസ് ചെയ്തു, ഡോക്ടറെ കണ്ടു, ഡോക്ടർ മരുന്ന് തുടങ്ങാൻ പോവാണ്. ഡോക്ടർ പറഞ്ഞു ഗുളിക തുടങ്ങണം. നമ്മുടെ പേടി എന്താ? ഈ ഗുളിക നമ്മുടെ എന്ത് കളയും? ഷുഗർ കളയുന്ന ആരും സങ്കടപ്പെടത്തില്ല, സന്തോഷം. ഷുഗർ കളയും. വേറെന്ത് കളയും? ഗുളിക കിഡ്നി കളയും. കിഡ്നി കളയും. ഈ ഗുളിക കഴിച്ച് ഡോക്ടറിൻ്റെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കുറേ മരുന്ന് പോവും, ഡോക്ടറിന് ലാഭം ഉണ്ടാവുമായിരിക്കും. എൻ്റെ കിഡ്നി ഈ ഗുളിക കളയും, ഞാൻ ഗുളിക കഴിക്കത്തില്ല. എൻ്റെ അടുത്ത് ഇത് പറയുന്നവരോട് ഞാൻ പറയും, ശരിയാ ഗുളിക കിഡ്നി കളയും. ഒരു 0.001% എങ്ങാനും ഈ ഗുളിക നിങ്ങളുടെ കിഡ്നി കളയാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ഷുഗർ എന്ന് പറയുന്ന രോഗം 100% ഉറപ്പാണ് നിങ്ങളുടെ കിഡ്നി പോവും, കളഞ്ഞിരിക്കും. ഒരു 10-15 വർഷം ഷുഗർ രോഗം നമ്മളെ ബാധിച്ചിരിക്കുന്നുണ്ടോ? അതും അത്ര കൺട്രോൾ അല്ലാതെയാണ് ഈ ഷുഗർ രോഗം ഇരിക്കുന്നത്. പതിയെ ഓരോ സാധനം അടിച്ച് കളഞ്ഞിരിക്കും. അത് മുറിവായിട്ടാവാം, അതല്ലാതെ കണ്ണിലെ കാഴ്ചയാവാം, അത് കിഡ്നി ആവാം, അത് ഹാർട്ടിൻ്റെ പ്രവർത്തനമാവാം, ഏത് അവയവത്തിൻ്റെ പ്രവർത്തനമാവാം. ഷുഗർ പണി തന്നിരിക്കും അത് കൺട്രോൾ ചെയ്യാതെ നടന്നാൽ. എന്നാൽ തുടക്കത്തിലേ മുതൽ കൺട്രോൾ. എനിക്ക് ഭയങ്കര ബഹുമാനമുള്ളൊരു അപ്പച്ചനുണ്ട് ഈ നാട്ടിൽ. അതായത് ഞാൻ ഈ നാട്ടിൽ വരുന്ന സമയത്ത് ആ അച്ഛനെ കിഡ്നി ഇഷ്യൂ ഞാനാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. അതായത് ഷുഗർ രോഗികളെല്ലാവരും 6 മാസത്തേക്ക് ഒരിക്കലെങ്കിലും കിഡ്നിയുടെ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്തിരിക്കണം എന്ന് ഞാൻ എല്ലാവരോടും പൊതുവേ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഈ അപ്പച്ചനോട് വന്ന സമയത്ത് ഞാൻ പറഞ്ഞു കിഡ്നിയുടെ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ക്രിയാറ്റിൻ ഈ പറഞ്ഞ പോലെ 1.3 1.4 ആ ഒരു റേഞ്ച് എന്തോ ആയി. അപ്പം ഞാൻ പറഞ്ഞു അച്ഛൻ ഇങ്ങനെ പറ്റത്തില്ല, ഈ ഗുളികളൊന്നും അച്ഛനെ കഴിക്കാൻ പാടില്ലാത്തതാണ്, ഇൻസുലിൻ എടുക്കണം. ഈ അച്ഛൻ ഇൻസുലിൻ എടുത്തിട്ട് കുറയുന്നുണ്ടോ? ഇല്ല, അളവ് കൂട്ടി. ഞാൻ വിചാരിച്ചു ഈ 2-3 കുത്തൊക്കെ ആകുമ്പോൾ അപ്പച്ചൻ പതിയെ നിർത്തും. ഇല്ല, ആ അപ്പച്ചൻ ആ സമയം മുതൽ കറക്റ്റായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇൻസുലിൻ കറക്റ്റായിട്ട് എടുത്തു. ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 5 വർഷമായി. ഈ അപ്പച്ചൻ ഇപ്പോഴും റെഗുലറായിട്ട് എന്നെ കാണാൻ വരുന്നുണ്ട്. ഇപ്പോഴും ആ അപ്പച്ചൻ അന്ന് കണ്ടുപിടിച്ച ആ 1.3 1.4 കാറ്റഗറി തന്നെയാണ് ക്രിയാറ്റിൻ നിൽക്കുന്നത്. ഒരിത്തിരി പോലും മേളിലോട്ട് പോയില്ല. അതിൻ്റെ ആൾക്ക് 72 വയസ്സായിരുന്നു അന്ന്. അപ്പോൾ ഇപ്പം അത്രയും ആയി. എന്നിട്ടും ആ മനുഷ്യൻ അത്രയും കാര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നോക്കുന്നത് കൊണ്ടാണ് ക്രിയാറ്റിനിൽ നിന്നും ആ ഒരു ലെവലിൽ നിൽക്കുന്നത്. ഷുഗറിനെ അപ്പോൾ പിടിച്ചാൽ കിട്ടുമോ? കിട്ടും, പിടിക്കണം. ഇത് ഞാനൊന്നും ചെയ്യൂല, ഷുഗർ നേരെ ആവട്ടെ എന്ന് പറഞ്ഞാൽ കിട്ടൂലായിരിക്കും. പക്ഷേ നമ്മൾ അതിനെ അതിൻ്റേതായ രീതിയിൽ കൺട്രോൾ ചെയ്താൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മെഡിസിൻ എടുക്കേണ്ടത്രയും ഷുഗർ കൂടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ മെഡിസിൻ എടുത്താൽ അതിന് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ കറക്റ്റ് സമയത്ത് കറക്റ്റ് രീതിയിൽ മെഡിസിൻസ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ്സ് കറക്റ്റായിട്ട് എടുക്കണം. ഇൻസുലിനാണോ ഗുളികയാണോ നല്ലത്? എന്താണ് അഭിപ്രായം? അമ്മ പറഞ്ഞ ഇൻസുലിൻ, ഗുളിക, ഇൻസുലിൻ. എന്താണ് വേറെ അഭിപ്രായങ്ങൾ?
ഭൂരിഭാഗം ഇൻസുലിൻ തന്നെയാണ്. കൊള്ളാം. ഇൻസുലിൻ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ശരീരത്തിൽ തന്നെ നാച്ചുറലി ഉണ്ടാവുന്ന ഒരു ഹോർമോണാണ്. അത് ആർട്ടിഫിഷ്യലി ആണ് നമുക്ക് എത്രയാണോ കുറവുള്ളത് അതിനനുസരിച്ച് നമ്മൾ ഇൻസുലിൻ എടുക്കുന്നു. പക്ഷെ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, പെട്ടെന്ന് ഷുഗർ ഡൗൺ ആവാം. നമുക്ക് ആ കാൽക്കുലേഷൻ വേണം. ഞാൻ ഇന്ന് ഇത്ര ആഹാരം കഴിച്ചു, അതുകൊണ്ട് എൻ്റെ ഷുഗർ ഇത്ര കൂടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ അതിനെ നിയന്ത്രിക്കാൻ ഇത്ര ഇൻസുലിൻ എടുക്കണം. എൻ്റെ ആ കണക്കുകൂട്ടൽ തെറ്റിക്കുമ്പോഴാണ് ഇടയ്ക്ക് അയ്യോ വേർക്കുന്നു, വെപ്രാളം വരുന്നു, എന്തേലും തിന്നാതായോ, അന്നേരം തിന്നാൻ പോയില്ലേ താഴെ വീണു, ഷുഗർ കുറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ കറക്റ്റായിട്ട് ഇൻസുലിൻ എടുത്ത് അതിൻ്റേതായ അളവിൽ കറക്റ്റ് ദിവസങ്ങളിലായിട്ട് എടുക്കുകയാണ്, കറക്റ്റ് രീതിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുഗറിനെ കൺട്രോൾ ചെയ്യാം. ഇനി വേറെ കിഡ്നി ഇഷ്യൂസോ വേറെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ടാബ്ലറ്റ് കഴിച്ചാണേലും പല ആളുകൾക്കും ഇപ്പം ഈ ഇൻസുലിൻ എന്ന് പറഞ്ഞ ആളുകളെല്ലാവരും ഇൻസുലിൻ എടുക്കുന്നവർ ചിലപ്പം ഇൻസുലിൻ എടുക്കുന്നവരായിരിക്കാം, അവർ നീഡിലിനെ വലിയ ഭയം ഉണ്ടാവില്ല. പക്ഷേ മറ്റ് കുറേ ആളുകളുണ്ട്, ഇന്ന് സൂചി എന്ന് പറയുന്ന പേര് എഴുതി കാണിച്ച സൂ എന്ന് പറയണ്ട, ഡോറിൽ നിന്ന് ഇറങ്ങി ഓടും. അങ്ങനെ ഒത്തിരി ആളുകളെ ഞാൻ കാണാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് ഞാൻ പോയിട്ട് ചേട്ടാ ഇൻസുലിനാണ് നല്ലത്, ഇത് എടുത്താൽ മതി എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുമോ? ഇല്ല. ഗുളികയാണേലും കുഴപ്പമില്ല, ഷുഗർ കൺട്രോൾ ചെയ്താൽ മതി, അതെന്തോ എടുത്തോ. പക്ഷെ അവരുടെ ക്രിയാറ്റിൻ്റെ ലെവലിനനുസരിച്ച് മെഡിസിൻസിൻ്റെ കാറ്റഗറി മാറും എന്നേ ഉള്ളൂ. കിഡ്നി സേഫ് ആയിട്ടുള്ള മറ്റ് മെഡിസിൻസ് യൂസ് ചെയ്യണം, അല്ലാത്ത ആളുകൾക്ക് അല്ലാതെ നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻസ് ആണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ അത് ഡോക്ടർ അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങളൊക്കെ തരും. ഷുഗർ കൂടിയാൽ കറക്റ്റായിട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് മെഡിസിൻസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ കറക്റ്റായിട്ട് ഡോക്ടേഴ്സിനെ പോയി കാണുകയും അതിനനുസരിച്ചുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ കൈക്കൊള്ളുകയും അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയും ചെയ്താൽ അതൊരു പ്രശ്നമില്ലാതെ നമുക്കതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ വീട്ടിൽ വലിയ കുഴപ്പക്കാരനായ പുള്ളിയുണ്ട്, പക്ഷെ അവനെ സോപ്പിട്ടൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമുക്ക് ആരെ കൊണ്ടുപോകാൻ പറ്റും? ഷുഗറിനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഷുഗറിനെ അങ്ങനെ പേടിക്കണ്ട. ഷുഗർ വന്നാൽ എന്തുകൊണ്ടാണ് മുറിവ് ഉണങ്ങാത്തതെന്നറിയോ? എന്തുകൊണ്ടാണ് ഷുഗറുള്ള ആളുകൾക്കൊരു മുറിവ് വന്നാൽ ഉണങ്ങാത്തത്? ഷുഗർ കൂടുതലുള്ളതുകൊണ്ട് എന്തുകൊണ്ടാണ് മുറിവ് ഉണങ്ങാത്തത്? നമുക്ക് പഞ്ചസാര എത്രമാത്രം ഇഷ്ടമോ അത്രയും ഇഷ്ടമാണ് ഈ അണുക്കൾക്കും. മനസ്സിലായോ? നമ്മുടെ ശരീരത്തിലെ ബാക്ടീരിയാസിനും ഫംഗസിനും വൈറസസിനും ഒക്കെ ഈ മധുരം ഭയങ്കര ഇഷ്ടമാണ്. നല്ല വളക്കൂറുള്ള മണ്ണാണെന്നുണ്ടെങ്കിൽ കാട് നല്ലോണം വളരും, ആണോ അല്ലയോ? വളരും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഷുഗർ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ അണുക്കൾക്കൊക്കെ വളരാൻ നല്ല സൗകര്യമാണ്, അവരങ്ങ് കയറി വളരും. ഈ മുറിവിനകത്ത് ബാക്ടീരിയാസ് വളരും, അവർ ഇൻഫെക്ഷൻസ് കൂട്ടും, മുറിവ് പഴുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഷുഗർ കൺട്രോൾ ചെയ്ത് വെക്കുന്നത്. എന്തുകൊണ്ടാണ് ഷുഗർ രോഗികൾക്ക് കാർഡിയാക് ഇഷ്യൂസ്, ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്നതെന്നറിയോ? ഏറ്റവും കൂടുതൽ ഹാർട്ടിൻ്റെ പ്രശ്നം വരുന്നത്, ഈ ഹാർട്ടിൽ ബ്ലോക്ക് വരുന്നത്, ഹാർട്ട് അറ്റാക്ക് അഥവാ ബ്ലോക്ക് വരുന്നത് ഈ ഹാർട്ടിൻ്റെ ചുറ്റുമുള്ള രക്തക്കുഴലിലാണ് ഈ ബ്ലോക്ക് വരുന്നതെങ്കിൽ ശരിക്കും അവിടെ ആയിരിക്കില്ല ഈ ബ്ലോക്ക് തുടങ്ങുന്നത്. പലപ്പോഴും ഹാർട്ടിൽ നിന്ന് ഏറ്റവും ദൂരെയുള്ള നമ്മുടെ കാലുകളിലായിരിക്കും ഫസ്റ്റ് ബ്ലോക്ക് തുടങ്ങുക. രാത്രിയാകുമ്പോൾ കാല് കോച്ചി പിടിക്കുന്നേ, മരവിക്കുന്നേ, വേദന എടുക്കുന്നേ, മരിയയ്ക്ക് കൃത്യമായ വ്യായാമം കിട്ടാതെ ഈ രക്തക്കുഴലിൽ കുഞ്ഞു കുഞ്ഞു ബ്ലോക്കുകൾ വരുന്നതായിരിക്കും. നല്ല രീതിയിൽ രക്തോട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുമ്പം ഈ ബ്ലോക്ക് അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ബ്ലോക്ക് ചിലപ്പോൾ അവിടെ നിന്ന് തെന്നി നീങ്ങാം, വീണ്ടും സർക്കുലേഷനിൽ കയറി പല സ്ഥലങ്ങളിലായിട്ട് പോയി ഓരോ അവയവങ്ങളിൽ എത്തി. അവിടെ നിന്നും ബ്ലോക്ക് ആക്കാനുള്ളത്രയും സ്ഥലം ഉണ്ടായില്ല, ഒഴുകി ഒഴുകി എവിടെ എത്തി? ഹാർട്ടിലെത്തി, ബ്ലോക്കായി. മനസ്സിലായോ? ഇതേ രക്തക്കുഴലിൻ്റെ ആ കട്ട ഏത് ഭാഗത്ത് വേണേലും ഒട്ടിപ്പിടിക്കാം, ബ്ലോക്ക് ഉണ്ടാക്കാം. തലച്ചോറിൽ ഒട്ടിപ്പിടിച്ചാൽ സ്ട്രോക്കായി, തലച്ചോറിലെ രക്തക്കുഴലിൽ. അതുപോലെ ഏതെങ്കിലും അവയവത്തിൽ കയറിയിരിക്കാം. അപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ബ്ലോക്കുകൾ ഉണ്ടാക്കാം, ഷുഗർ കാരണം ഉണ്ടാവാം. അപ്പം ഈ ഷുഗറിനെ ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ കൃത്യമായ മെഡിസിൻസിലൂടെ അല്ലെങ്കിൽ കൃത്യമായ വ്യായാമത്തിലൂടെ അല്ലെങ്കിൽ കൃത്യമായ ജീവിതശൈലിയിലൂടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ ഇവരെ നമുക്ക് ഒരു രീതിയിൽ അങ്ങനെ അങ്ങ് പോവാം. ഓക്കെ. ഷുഗർ വരുന്നത് ആരുടെയും തെറ്റല്ല, നേരെ മറിച്ച് അത് കൺട്രോൾ ചെയ്യാതെ അതിനകത്ത് മുങ്ങിത്താഴുന്നത് തീർച്ചയായും അവരുടെ തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ട് ഷുഗർ രോഗം കൃത്യസമയത്ത് കണ്ടുപിടിക്കുകയും അതിനുള്ള പ്രതിവിധികൾ എല്ലാവരും ചെയ്യുകയും ചെയ്യണം. ഓക്കെ, താങ്ക് യു. ഞാനൊരു ഡയബറ്റിക് പേഷ്യൻ്റാണ്. 2013 എനിക്ക് ഡയബറ്റിക് വന്നത്. അപ്പോഴാണ് കണ്ടുപിടിച്ചത്. പക്ഷേ അപ്പോൾ 232 എൻ്റെ ഡയബറ്റിക് ആയിരുന്നത്. അന്ന് ഞാനത് നിസ്സാരമായിട്ട് കണ്ടു. അതിനൊന്നും മെഡിസിൻ കഴിച്ചില്ല. പിന്നെ 1 വർഷം കഴിഞ്ഞാണ് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ കുറവാണോ എന്ന് ചോദിച്ചാൽ ഇല്ല, കൂടുതലാണ്.
എന്നാലും ചില സമയങ്ങൾ ഡോക്ടർ പറഞ്ഞ പോലെ ചില സമയങ്ങളിലാണ് കുറവ് വരുന്നത്. പക്ഷേ വീണ്ടും നമ്മൾ മധുരം എന്തെങ്കിലും കഴിക്കുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ മെഡിസിന് ടാബ്ലറ്റും ഇൻസുലിനുമാണ് എടുക്കുന്നത്. അപ്പോൾ എൻ്റെ സംശയം, ഇൻസുലിൻ മാത്രം എടുത്താൽ മതിയാകുമോ? ഇപ്പോൾ 2 തരത്തിൽ ചിലപ്പോൾ 2 മെഡിസിൻ കഴിക്കുന്നുണ്ട്, അതോടൊപ്പം ഇൻസുലിനും എടുക്കുന്നുണ്ട്. ഈ ഇൻസുലിൻ മാത്രം മതിയോ എന്നാണ് സംശയം. പിന്നെ ഡോക്ടർ പറഞ്ഞതുപോലെ 10:30 ആകുമ്പോൾ ഭയങ്കര ടയേർഡാവും, വിറയലൊക്കെ വരും. അങ്ങനെ വരുമ്പോൾ ചില സമയങ്ങളിൽ ഞാൻ ഇൻസുലിൻ എടുക്കാതെയാണ് പോകുന്നത്. എവിടെയെങ്കിലും പോകുമ്പോൾ ഫീൽഡിലൊക്കെ, ഞാനൊരു ആശാ വർക്കറാണ്, മാഡത്തിന് അറിയാം, നമ്മുടെ നല്ല പരിചയമുണ്ട്. അപ്പോൾ അങ്ങനെ വന്നാൽ ആ സമയം ഇൻസുലിൻ മാത്രം എടുക്കാതെ ടാബ്ലറ്റ് കഴിച്ചു പോകും. അപ്പോൾ ഇതിലെന്താണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്? കാരണം ഇതാണ്, എനിക്കത് കഴിക്കുമ്പോൾ ഇടയ്ക്ക് ചെറിയ ക്ഷീണം വരുന്നു, അല്ലെ വിറയൽ വരുന്നു, ശരീരം വിയർക്കുന്നു, ദേഹം തണുക്കുന്നു, ഒരു കിടുകിടുപ്പ് വരുന്നു. എന്തെങ്കിലും ആഹാരം കഴിച്ചാൽ ഈ ബുദ്ധിമുട്ട് എനിക്ക് പെട്ടെന്ന് മാറുകയും ചെയ്യുന്നു. ഇത് തീർച്ചയായും ഷുഗർ പെട്ടെന്ന് കുറഞ്ഞു പോകുന്നതിൻ്റെ ലക്ഷണമാണ്. ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വയം ഡോസ് അഡ്ജസ്റ്റ് ചെയ്യാതെ ഈ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിൻ്റെ അടുത്ത് ഇതേ കാര്യം ഒന്ന് രാവിലെ ആഹാരത്തിന് മുമ്പും അത് കഴിഞ്ഞിട്ട് ആഹാരത്തിന് ശേഷമായിട്ട് ഒന്ന് ഷുഗർ അതേ മെഡിസിൻസ് കഴിച്ചുകൊണ്ട് തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു തവണ നോക്കുമ്പോൾ അതിനകത്ത് ഈ ഷുഗറിൻ്റെ അളവ് കുറവ് കാണാൻ പറ്റും. ആ സമയത്ത് മനസ്സിലാവും ഇത്രയധികം മെഡിസിൻസിൻ്റെ ഡോസേജ് വേണ്ടി വരില്ല, അല്ലെങ്കിൽ ഇത്രയധികം ഇൻസുലിൻ്റെ അളവ് വേണ്ടായിരുന്നു, ഇതൊന്ന് കുറയ്ക്കാമായിരുന്നു എന്ന്. ഇത് നമ്മൾ വീട്ടിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്നിട്ട് രാവിലെ ഇനിയിപ്പം ഗവൺമെൻറ് ആശുപത്രിയല്ലേ, ഇത്രയും മണിക്കൂർ ക്യൂ നിന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും വീണ്ടും ഞാൻ കറങ്ങി വീഴണ്ട, എത്ര മണിക്ക് വീട്ടിലെത്തും എന്ന് അറിയൂടല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ രാവിലത്തെയും കൂടെ കഴിക്കാതെ അവിടെ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ നോക്കുമ്പോൾ ഷുഗർ 300. ഡോക്ടർ എന്താ ചിന്തിക്കുന്നത്, ഈ ഗവൺമെൻറ് ആശുപത്രിയിൽ ഈ പറഞ്ഞ പോലെ ഒരു ആകെപ്പാടെ 4-5 മണിക്കൂറാണ് നമുക്ക് കൺസൾട്ട് ചെയ്യാനുള്ളത്. പക്ഷേ 200 രോഗികളോളം ഉണ്ടാവും. അപ്പോൾ ഒരു രോഗിക്ക് വേണ്ടി എടുക്കുന്ന സമയം വളരെ കുറവാണ്. അപ്പോൾ ഇത്രയും കാര്യമായിട്ട് ആ രോഗിയുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പല സാഹചര്യത്തിലും ഡോക്ടറിന് സമയം കിട്ടില്ല. അപ്പോൾ ഡോക്ടർ എന്താ ധരിച്ചു വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തൊട്ട് മുമ്പത്തെ പേജിൽ ഇത്ര അളവിൽ ഇൻസുലിൻ കൊടുത്തു, ഇത്ര ഗുളികകൾ കൊടുത്തു, ഇത്രയും കഴിച്ചിട്ടും ദേ അമ്മാമ്മയുടെ ഷുഗർ കുറഞ്ഞിട്ടില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അടുത്ത് ഡോക്ടർ എന്തായിരിക്കും എഴുതുക, ഇതിനേക്കാളും മേലെ. ഇതൂടെ അടിക്കുമ്പോഴത്തേനും വീട്ടിൽ ചെന്ന ഉള്ളൊരവസ്ഥയോ, ഇന്നും ഇതേ ഹിസ്റ്ററിയിലുള്ളൊരു അമ്മാമ്മനെ നോക്കിയിട്ടാണ് ഞാൻ വരുന്നത്. അതായത് ഇതുപോലെ തന്നെ അവിടെ ചെല്ലും. പണ്ടും ഞാൻ ഇതുപോലെ പറഞ്ഞു അമ്മയുടെ അടുത്ത്, അമ്മ ഇങ്ങനെ ചെയ്യല്ലേ, ഗുളികയൊക്കെ കുപ്പിയിലിട്ട് കൊടുത്തു, ഇത് രാവിലെ, ഇത് ഉച്ചയ്ക്ക്, ഇത് രാത്രി എന്നൊക്കെ എടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടും ഇന്ന് വീണ്ടും മകളുമായിട്ട് വന്നപ്പോൾ ഈ ഗുളികയെല്ലാം തിരിഞ്ഞു. ഇത് കറക്റ്റായിട്ട് നമ്മൾ ഡോസേജ് അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് ഇൻസുലിൻ ആവട്ടെ, ഇപ്പോൾ ഗുളിക കഴിച്ചിട്ട് കൺട്രോൾ ചെയ്യാത്ത സാഹചര്യത്തിലായിരിക്കും ഇൻസുലിനും കൂടെ എടുക്കുന്നത്. ഇതിൽ എന്തെടുത്താലും, ഇൻസുലിൻ എടുത്താലും കൊള്ളാം, ടാബ്ലറ്റ് എടുത്താലും കൊള്ളാം, ഷുഗർ നോർമലായിട്ടിരിക്കണം. അല്ലെ ഒന്നും എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ഇത്രയേ ഉള്ളൂ. ഷുഗർ നോക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 200-ന് താഴെയെങ്കിലും വരണം. പക്കാ 120-ന് താഴെ വരുത്തണം എന്നൊന്നും ഞാൻ പറയില്ല. ഒരു 200-ന് താഴെയായിട്ട് ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അതിന് പക്കായിട്ട് എപ്പോഴും ഒരേ നമ്മൾ പറഞ്ഞു, നമ്മളാണ് ഇൻസുലിൻ്റെ ഡോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ എത്ര ആഹാരം കഴിച്ചു അതിനനുസരിച്ച് എനിക്ക് ഇത്ര ഇൻസുലിൻ വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോസ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ എടുക്കുന്നത്. അപ്പം ചില സാഹചര്യത്തിൽ നമ്മൾ അറിയാതെ എന്ത് ചെയ്യുന്നു, ഇതേ അളവിലല്ല ആഹാരം കഴിക്കുന്നത്. ഇങ്ങനെ കണക്ക് കൂട്ടി ഇൻസുലിൻ എടുക്കുമ്പം 2 ഇഡ്ഡലിക്കുള്ള ഇൻസുലിനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 2 ഇഡ്ഡലിയേ കഴിക്കാവുള്ളൂ, അല്ലെ 2 ഇഡ്ഡലി കഴിക്കണം. 1 കഴിച്ചുള്ളെങ്കിൽ ഷുഗർ ടക്കനെ താണു പോവും, അല്ലെ 4 കഴിച്ചാൽ ഷുഗർ ടക്കനെ കയറിപ്പോവും. മനസ്സിലായോ? അതായത് കൃത്യമായ ജീവിതശൈലി വേണം, ഒരു ചിട്ട വേണം. ഇത്ര ആഹാരം, ഇത്ര ക്വാണ്ടിറ്റി. കാരണം നമ്മൾ അളന്ന ഇൻസുലിൻ എടുക്കുന്നത്. ഇപ്പം ഷുഗർ ഇല്ലാത്ത വേറൊരാളെ സംബന്ധിച്ച് ആ ആൾ ഒരു പായസം കുടിച്ചാൽ അതിനനുസരിച്ച് ഷുഗറിനെ നോർമലാക്കാനുള്ള അത്രയും ഇൻസുലിൻ ശരീരം സ്വയം ഉൽപ്പാദിപ്പിക്കും. എന്നിട്ട് അതിനെ നോർമൽ ലെവൽ വരുന്നത് വരെ ആ ഇൻസുലിൻ ആക്ട് ചെയ്യും, അതിനെ നോർമലാക്കും. നേരെ മറിച്ചൊരു ഷുഗർ രോഗിയെ സംബന്ധിച്ച് ഈ കണക്കുകൂട്ടൽ തെറ്റിപ്പോവുക. അപ്പം നമ്മളാണ് ആർട്ടിഫിഷ്യലി ഇൻസുലിൻ എടുക്കുന്നത് അല്ലെങ്കിൽ ടാബ്ലറ്റ് കഴിക്കുന്നത്. എത്രയാണോ ഷുഗർ കൂടുതൽ അതിനനുസരിച്ചാണ് ഗുളിക വേണ്ടത്, ഇൻസുലിൻ വേണ്ടത്. ആ അളവ് തെറ്റുന്നതാണ് ഈ പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് ഷുഗർ ടക്കനെ താഴുന്നു, ഇടയ്ക്കിടയ്ക്ക് ഷുഗർ ടക്കനെ കയറുന്നു എന്ന് പറയുന്നത്. അത് കൃത്യമായി ആഹാരത്തിന് മുമ്പും ശേഷമുള്ള ഷുഗറും വേണമെങ്കിൽ ഒരു 3 മാസത്തെ ആവറേജ് നിലവാരം അറിയുന്ന HbA1c എന്ന് പറഞ്ഞ ടെസ്റ്റ് കൂടെ നടത്തിയിട്ട് ഷുഗർ എത്രയാണെന്ന് കണ്ടുപിടിച്ച് അതിനനുസരിച്ച് ഇൻസുലിൻ മെഡിസിൻ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യണം. എന്നിട്ട് വേണം അതിനനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട്.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഇവർ മൂന്നും ഒറ്റക്കെട്ട. ഇവരെല്ലാം നമ്മുടെ ശത്രുക്കളാണ്. ഈ ഒരാളെ ഒഴിവാക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും മറ്റേ ആൾക്ക് വേണ്ട. മനസ്സിലായോ? അതായത് ഇപ്പം ഷുഗറിന് വേണ്ടാന്ന് പറഞ്ഞ ഒരു കാര്യവും പ്രഷറിനും വേണ്ട, ഒരു കാര്യവും കൊളസ്ട്രോളിനും വേണ്ട. വേണമെന്ന് പറഞ്ഞ വ്യായാമം, കൃത്യമായ ജീവിതശൈലി, ഉറക്കം, ഇതൊക്കെ ഈ പറഞ്ഞ ഷുഗറിനും കൊളസ്ട്രോളിനും BP-ക്കും ഒക്കെ ഒരുപോലെ തന്നെ വേണം താനും. ഓക്കെ. ഒന്ന് ഈ പല ഭവനങ്ങളിലൊക്കെ വിസിറ്റിന് പോകുന്ന സമയത്ത് പല ഷുഗർ പേഷ്യൻസ് പറയുന്ന ഒരു കാര്യമാണ്, മധുരം കഴിക്കുന്നില്ല, ആഹാരമേ കഴിക്കുന്നില്ല, എന്നിട്ടും ഷുഗർ ഒട്ടും കുറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ വല്ലാണ്ട് സങ്കടപ്പെടാറുണ്ട്. അപ്പോൾ എനിക്കും ആശ്വസിപ്പിക്കാനായിട്ട് പറ്റാറില്ല. പൊതുവേ ഡോക്ടർ പറഞ്ഞ പോലെ എക്സസൈസ് വേണം, അല്ലെങ്കിൽ മധുരം കുറയ്ക്കണം, ഭക്ഷണം ക്രമീകരിക്കണം എന്നൊക്കെ പറയാം. പക്ഷെ ഇങ്ങോട്ട് പറയുന്നത് ഇതെല്ലാം ചെയ്യുന്നുണ്ട്, എന്നിട്ടും ഷുഗർ ഒട്ടും കുറയുന്നില്ല, 300, 400 അങ്ങനെയൊക്കെ വരുന്നു എന്ന് പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാകും? അതായത് അച്ഛൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞാൻ രോഗികളുമായിട്ട് ഒരുപാട് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഈ ഒത്തിരി സംസാരിക്കുമ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ചില അമ്മാമ്മമാർ എൻ്റെ അടുത്ത് വന്ന് പറയും, എൻ്റെ ഡോക്ടറെ ഞാനൊന്നും കഴിച്ചിട്ടല്ല ഈ 300 ഷുഗർ, ഞാൻ ഒരു വക കഴിക്കുന്നില്ല, ഞാൻ ആഹാരമേ കഴിക്കുന്നില്ല, എന്നിട്ടും എനിക്ക് ഈ ഷുഗർ ഇത്രയും കൂടുന്നു എന്ന്. ശരി, ഞാൻ കാര്യങ്ങളൊക്കെ കേൾക്കും. എന്നിട്ട് എല്ലാം കേട്ട് മരുന്ന് എഴുതാൻ നേരം ഞാൻ വെറുതെ ചോദിക്കും, അമ്മമ്മ ഇന്നലെ രാവിലെ എന്താ കഴിച്ചേ? എൻ്റെ മക്കളെ ഒരു വിശപ്പും ഉണ്ടായിരുന്നില്ല, പിന്നെ അവൾ എന്നാണ്ട് ഉണ്ടാക്കി വെച്ചിരുന്നത്, പിന്നെ ഞാൻ കഴിച്ചില്ലെങ്കിൽ അവൾ വഴക്കുണ്ടാക്കും, അതിൻ്റെ പേരിൽ ഞാനൊരു 3 ഇഡ്ഡലി കഴിച്ച്. ശരി, അത് കഴിഞ്ഞിട്ടോ അമ്മാമ്മേ, ആ കൊച്ചു ചായ ബാക്കി വെച്ച്, ഇത്രയും പാലിനൊക്കെ ഇത്രയും വിലയാണ്, ഇത് ഞാൻ കളയാൻ പാടുണ്ടോ? ഞാനതങ്ങ് കുടിച്ച്. അതിനകത്ത് എന്തോ അവൾ കലക്കിയിട്ടുണ്ടായിരുന്നു ആ കൊച്ചിന് വണ്ണം വയ്ക്കാനായിട്ട്, അത് നന്നാവാനായിട്ട്, അതും ഞാനങ്ങ് കുടിച്ച്. കളയാൻ പറ്റൂലല്ലോ. പിന്നെ ഉച്ചയാകുമ്പോഴത്തേനും എനിക്ക് ശരിക്കും ഒന്നും വേണ്ടായിരുന്നു, ഒട്ടും വിശപ്പേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഗുളിക കഴിക്കേണ്ടതല്ലേ, ഇതിന് മാത്രം ഗുളിക കഴിക്കുമ്പോൾ ഒന്നും കഴിക്കാതിരുന്നത് എങ്ങനെയാ? ഞാൻ കുറച്ച് ചോറങ്ങ് കഴിച്ച്. ശരി, അത് കഴിഞ്ഞിട്ടോ വൈകുന്നേരമോ, ഇന്നലെ രാത്രി അവളെന്തോ ദോശ ഇഡ്ഡലി എന്തോ ഉണ്ടാക്കി, ഷുഗർ ആയതുകൊണ്ട് ചോറ് കഴിക്കണ്ടെന്ന് പറഞ്ഞു, പകരം ഞാൻ അപ്പം, പുട്ട്, ദോശയൊക്കെയാണ് കഴിക്കുന്നത്. ഇതാരാ അമ്മ ഉണ്ടാക്കി തരുന്നത്? അവൾ ഉണ്ടാക്കി വെക്കും, മരുമോൾ ഉണ്ടാക്കി വെക്കുമല്ലോ. ഈ ചോറ് കഴിക്കണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാ? അരിയിൽ ഷുഗർ ഉള്ളതുകൊണ്ട്. അപ്പം അമ്മാമ്മ ഇതിന് പകരം എന്താ ഇപ്പം രാത്രി കഴിച്ചിട്ട് കിടന്നേ? അത് ചോറല്ലല്ലോ, അപ്പവും പുട്ടും ഒക്കെ അല്ലേ. ഇതൊക്കെ ഉണ്ടാക്കുന്ന എന്നാ കൊണ്ടാ? അതരി. അതത്ര കുഴപ്പമുണ്ടോ? നിങ്ങൾ പറ. ഇതാണ് ശരിക്കും നമ്മുടെ നാട്ടിലെ അമ്മാമ്മമാരുടെ ഒന്നും കഴിക്കുന്നില്ല എന്നുള്ള ഹിസ്റ്ററിയിലെ പുറകിലത്തെ വാസ്തവം. കാരണം ഞാൻ ഒത്തിരി സംസാരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാര്യങ്ങൾ. ശരിക്കും പല ആളുകളും ഷുഗർ കുറയ്ക്കാൻ എന്ന് പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാര സാധനങ്ങൾ രാത്രി കഴിക്കുന്നത് കാണാറുണ്ട്. ഈ സെയിം അരി കുതിർത്ത് പൊടിച്ച് ഈ കാപ്പിക്കുള്ളത് ഉണ്ടാക്കി കഴിക്കുന്നതുകൊണ്ട് പണി കൂടും എന്നല്ലാതെ, ചിലപ്പോൾ പണി ഇത് മരുമോളുടെ ഷുഗർ കുറയുമായിരിക്കും, ഈ അമ്മയുടെ ഷുഗർ കുറയുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല. ചുമ്മാ അമ്മായിയമ്മയും മരുമോളെയും തമ്മിൽ ചുമ്മാ ഒരു സ്ഥിരം ഒരു ഇതുള്ളത് കൊണ്ടാട്ടോ ആ ഒരു പേരിൽ ടോപ്പിക്കിൽ പറയുന്നത്. ഇതൊരിക്കലും പേഴ്സണലി ആരെയും ഹേർട്ട് ചെയ്യാനല്ല, വെറുതെ ഒരു തമാശ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഡോക്ടർ, ഈ പാൻക്രിയാസിന് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയുമ്പോഴാണല്ലോ ഷുഗറായിട്ട് മാറും. അപ്പോൾ അത് വേറെന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് പാൻക്രിയാസിന് കേടുവരാം? ഈ ഭക്ഷണം അല്ലാതെ വേറെ മറ്റു കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ശരിക്കും പാൻക്രിയാസിലെ ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്ന ബീറ്റാ സെൽസ് എന്ന് പറഞ്ഞ സെൽസ് ഉണ്ട്. ഇവർ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുന്നത്, അല്ല ഈ സെല്ലുകൾ നശിച്ചു പോകുന്നതാണ് ടൈപ്പ് 1 ഷുഗർ, ജനിച്ച് വീണ കുഞ്ഞുങ്ങൾക്കുള്ള ഷുഗർ. ഈ പാൻക്രിയാസിൽ ഈ ഇൻസുലിൻ ഉണ്ടാക്കാൻ പറ്റുന്ന ആ സെല്ലുകൾ നശിച്ചു പോവുക എന്നുള്ളതാണ്. അത് കാരണം ആണ് ചെറിയ കുട്ടികൾക്ക് ഷുഗർ വരുമ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് എടുത്ത് കൊടുക്കുന്ന ഇൻസുലിനാണ്. കാരണം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ അവർക്ക് പറ്റണില്ല. പിന്നെ നമുക്ക് വരുന്ന ഷുഗർ എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്, പക്ഷെ ആ ഇൻസുലിനോട് നമ്മുടെ ശരീരത്തിൽ ഷുഗർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നാണ് അതിനെ പറയുക. അതാണ് ടൈപ്പ് 2. നമുക്ക് ഈ വലിയ ആളുകളുടെ, നമ്മുടെ പ്രായത്തിൽ സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഷുഗർ. അതായത് ഇൻസുലിൻ അവിടെ ഉണ്ട്, പക്ഷേ ആ ഇൻസുലിനുമായിട്ട് നമ്മുടെ ശരീരം കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഹോർമോണുമായിട്ട് മര്യാദയ്ക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം ഈ പറഞ്ഞ പോലെ വെയിറ്റ് കൂടുക, ഒബീസിറ്റി, ജീവിതശൈലി മുതലായ പ്രശ്നങ്ങളാണ്. പിന്നെ ഇതൊന്നും അല്ലാതെ ചില ആളുകൾക്ക് അപൂർവമാണ്, ഇതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള കാര്യം. പിന്നെ അപൂർവമായിട്ട് പാൻക്രിയാസിൽ ഉണ്ടാകുന്ന ചില മുഴകൾ,
ഇത് പെട്ടെന്ന് ഷുഗർ കൂട്ടാം. ചിലപ്പോൾ ടക്കന് ഇൻസുലിൻ കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് ഷുഗർ ടക്കന് കുറഞ്ഞു പോകാനും സാധ്യതയുണ്ട്. പിന്നെ ഇതല്ലാതെ ചില മെഡിസിൻസ് ഷുഗർ കൂട്ടാം. സ്റ്റിറോയിഡ് പ്രത്യേകിച്ച് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ശ്വാസം മുട്ടലിന് ചില ആളുകൾ കണ്ടിന്യൂസ്ലി സ്റ്റിറോയിഡ് ടാബ്ലറ്റ് എടുക്കുന്നു. അത് എന്നെങ്കിലും ഏതെങ്കിലും ആശുപത്രിയിൽ പോയപ്പോൾ ഡോക്ടർ 2-3 ദിവസത്തേക്ക് അത്യാവശ്യ സാഹചര്യത്തിൽ എഴുതി കൊടുത്തതായിരിക്കും. പക്ഷേ ഈ സ്ട്രിപ്പും വെച്ച് മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട്, അത് നല്ല വിലയും കുറവാണ്, ഈസിലി അവൈലബിളും ആണ്, ഈ സാധനം സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കും സ്റ്റിറോയിഡ്സ്. അങ്ങനെ ഷുഗർ കൂടാം. ഈ സെയിം സ്റ്റിറോയിഡ് ചില ഡിസ്ക് ഇഷ്യൂ അല്ലെങ്കിൽ ചില തേയ്മാനം ഇഷ്യൂസിനൊക്കെ ചില ഡോക്ടേഴ്സ് ആക്ച്വലി കൊടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് അത്ര നല്ലൊരു രീതിയല്ല. പക്ഷെ എന്നിരുന്നാലും ഈ ടാബ്ലറ്റ് സ്റ്റിറോയിഡ്സ് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്നൊരു നമുക്കൊരു ഫ്രീ ഒരു എന്താ പറയുക ഒരു എനർജി ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ ടാബ്ലറ്റിൻ്റെ സ്ട്രിപ്പ് കാണിച്ചിട്ട് ഈ ഡോക്ടേഴ്സ് പല പ്രത്യേക കാരണങ്ങളാൽ പ്രത്യേകിച്ച് വാതരോഗത്തിനൊക്കെ അത്യാവശ്യത്തേക്ക് കൊടുക്കുന്നതായിരിക്കും. ഈ സ്ട്രിപ്പ് കാണിച്ചിട്ട് സ്ഥിരം പോയി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങിക്കുന്നത് മൂലം പെട്ടെന്ന് ഷുഗർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ അടുത്ത സാഹചര്യം പ്രഗ്നൻസി. ഈ പ്രഗ്നൻസിയിൽ ഈ പറഞ്ഞ ഹോർമോൺ ഇഷ്യൂസിൻ്റെ ഭാഗമായിട്ട് ഷുഗർ ഉണ്ടാവാറുണ്ട്. അത് അങ്ങനെയുള്ള ആളുകൾ ഷുഗർ മധുരം നിയന്ത്രിക്കുകയും ഈ കറക്റ്റായിട്ട് മെഡിസിൻസോ അല്ലെ ഇൻസുലിനോ ഒക്കെ ഉപയോഗിക്കുകയും ചെയ്യണം. ഇല്ല പ്രഗ്നൻസിയിൽ ഷുഗർ കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാന കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് വെയിറ്റ് കൂടും. അത് നല്ല കാര്യമായിരുന്നായിരിക്കും നമുക്ക് പലപ്പോഴും ചിന്തിക്കുന്നത്, ഇതിനെങ്ങനെ പ്രസവിച്ചിടും ഇത്രയും വലിയ കൊച്ചിനെ? അതാണ് പ്രശ്നം. കുട്ടിക്ക് വെയിറ്റ് കൂടും, ഓക്കെ നല്ലത്. ഇത് നോർമലിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ ഇതിനെങ്ങനെ പ്രസവിച്ചിടും? നോർമലായിട്ട് ഡെലിവറി നടത്താൻ പറ്റുമോ? ഇല്ല. പിന്നെ അതിനും മേലിലോട്ട് പോയി കഴിഞ്ഞാൽ കുഞ്ഞിന് ആ സ്പേസ് തികയാതെ വരും, കുഞ്ഞിന് ഡിസ്ട്രെസ് ഉണ്ടാവും, കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടാനൊക്കെ സാധ്യതയുണ്ടാവും. അതുകൊണ്ട് പ്രഗ്നൻസിയിലെ ഷുഗറും വളരെ കാര്യമായി തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും ഷുഗർ ഈ പറഞ്ഞ പോലെ കൂടുക. പിന്നെ ചില ആളുകൾ പറയും, എനിക്ക് ആ ആക്സിഡൻറ്റ് വന്ന് ഞാൻ കിടന്നു കഴിഞ്ഞിട്ട് ആ ഷുഗർ കൂടിയെന്ന് പറയും. ആക്സിഡൻറ്റ് പൊതുവേ റെസ്റ്റ് ആണല്ലോ, അധികം നടക്കുന്നില്ല, വ്യായാമമില്ല. എന്നാൽ നമ്മുടെ കുടുംബക്കാരുടെ കെയറിങ്ങും അറ്റൻഷനും ഒക്കെ ഭയങ്കരമായിട്ട് കൂടുന്ന സമയമാണ്. അവർ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഈ ഫുഡിലൂടെയാണ്. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നതാണ്, മക്കൾക്കാവട്ടെ, അമ്മയ്ക്കാവട്ടെ, അമ്മൂമ്മയ്ക്കാവട്ടെ, അമ്മായിയമ്മയ്ക്കാവട്ടെ, ഭർത്താവിനാവട്ടെ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് ഫുഡ് കൊടുത്തിട്ടല്ല. അല്ലാതെ നിങ്ങൾ സംസാരിച്ചോ ഒന്ന് കെട്ടിപ്പിടിച്ചോ ഒരു ഉമ്മ വെച്ചോ ഒക്കെ സ്നേഹം പ്രകടിപ്പിക്കും, നല്ല കാര്യം. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഒന്ന് വയ്യാതായി ഒരു പനി വന്നല്ലേ, ഒരു ദേഹവേദന വന്നല്ലേ, ഒരു ഈ ആക്സിഡൻറ്റ് പറ്റിയൊരു മുറിവ് വന്നൊക്കെ കിടക്കുമ്പോൾ തല്ലി കുത്തി തീറ്റിക്കുക. എന്നാൽ ഇവർക്ക് ആ കഴിക്കുന്ന ഫുഡ് യൂസ് ചെയ്യാനായിട്ട് ആ എനർജി യൂസ് ചെയ്യാനുള്ള സാഹചര്യം കൊണ്ട് അതുമില്ല. ആ കട്ടിലേക്ക് കിടന്ന് എന്ത് യൂസ് ചെയ്യാനാ? അങ്ങനെ അവർക്ക് ഇതുപോലുള്ള ജീവിതശൈലി രോഗങ്ങളൊക്കെ ആ സമയം പിടിപെടാറുണ്ട്. അവർക്ക് തിരിച്ചെഴുന്നേറ്റ് കഴിയുമ്പോൾ നല്ലോണം എക്സസൈസൊക്കെ ചെയ്ത് ജീവിതശൈലി ശരിയാക്കിയാൽ കുറേ കാലത്തേക്ക് ഇതിനെ തടഞ്ഞു വയ്ക്കാൻ പറ്റും. പക്ഷെ ചിലപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട് ഇത് വീണ്ടും വരാനും സാധ്യതയുണ്ട്. ഒരു കാര്യം കൂടെ ഡോക്ടർ, ഈ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഈ ഷുഗർ ലെവൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. സ്ട്രെസ്സും ടെൻഷനും ഒക്കെ നമ്മുടെ ഷുഗർ ലെവലിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ശരിയാ, പല അമ്മമ്മമാരും അല്ലെ ഈ പ്രത്യേകിച്ച് ഈ പുരുഷന്മാരെക്കാൾ കൂടുതൽ ഈ ടെൻഷൻ്റെ പേരിൽ രക്ഷപ്പെടുന്ന ആൾക്കാർ സ്ത്രീകളാണ്. അതെന്തേ അതിൻ്റെ ഫിലോസഫി എന്ന് എനിക്കറിയില്ല, പക്ഷേ കൂടുതലും ഞാൻ കണ്ടുവരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ പൊതുവേ പറയും, ഞാൻ ടെൻഷൻ അടിച്ചത് കൊണ്ടാണ് എനിക്ക് ഷുഗർ കൂടിയത്. ഒരു പരിധിവരെ അതിനകത്ത് കാര്യമുണ്ട്. കാരണം ടെൻഷൻ സ്ട്രെസ്സ് കൂടുമ്പം സ്ട്രെസ് ഹോർമോൺസ് ആയിട്ടുള്ള ഹോർമോൺസ് അഡ്രീനൽ ഗ്ലാൻഡ്, നമ്മുടെ കിഡ്നിയുടെ മേലിലൊരു തൊപ്പി പോലൊരു സാധനം നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, അഡ്രീനൽ ഗ്രന്ഥികൾ എന്ന് പറഞ്ഞിട്ടുള്ള. ഇവരുണ്ടാക്കുന്ന ഹോർമോൺസ് സ്റ്റിറോയിഡ്സ് ആണ്. ഇവർ ഷുഗർ കൂട്ടും, വണ്ണം കൂട്ടും, നമ്മുടെ ജോയിൻസിൻ്റെ ഇടയിലൊക്കെ ഡാർക്ക് കളർ ഉണ്ടാക്കും, നമുക്ക് ഇമോഷണൽ ഡിസ്റ്റർബൻസസ് ഉണ്ടാക്കും. ഇവർ പോയിട്ട് ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി നമ്മുടെ ഷുഗർ കൂട്ടുന്നതാണ്. ഈ ടെൻഷൻ വരുമ്പം ഈ ഷുഗർ കൂടുന്നു എന്ന് പറയുന്നത്. അതിനാണ് ഈ പറയുന്നത്, നമ്മുടെ കാര്യം മാത്രമേ ഈ പറഞ്ഞ പോലെ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാകുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനസ്സിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വിഷമങ്ങളും സങ്കടങ്ങളും കൊണ്ട് നിറയ്ക്കുന്നതിനേക്കാളും നല്ലത് ഒരുപാട് ആനന്ദിക്കാനും സന്തോഷിക്കാനും ഒരുപാട് നന്മകളും നമ്മൾക്ക് ദൈവം തരാറുണ്ട്. പലപ്പോഴും നമ്മൾ ആ നന്മകളെ കാണാറേ ഇല്ല. എന്തേലും ഒരു മൊട്ടുസൂചിയുടെ വലിപ്പത്തിന് എന്തേലും ഒരു വിഷമം കിട്ടിക്കാണും, ഇതും പിടിച്ചുകൊണ്ടിരിക്കും. എന്നാലും എനിക്കിത് വന്നല്ലോ, ദൈവം എന്നോട് എന്തിനാ ഇങ്ങനെ ചെയ്തേന്നും പറഞ്ഞുകൊണ്ട്. ശരിക്കും ദൈവം ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം ആ നന്മകളെ ഓർത്ത് നമ്മൾ ദൈവത്തിനോട് നന്ദി പറയുന്നതിനേക്കാളും ഈ ഒരു കുഞ്ഞു കാര്യത്തിനെ പിടിച്ചുകൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞ സ്ട്രെസ്സ് കൂടും, സ്ട്രെസ് ഹോർമോൺസ് കൂടും, അങ്ങനെ ഷുഗറും കൂടും. വസ്തുനിഷ്ഠമായി വളരെ ഫാക്ച്വലായി വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഒട്ടും നമുക്ക് സംശയത്തിന് ഒരു അവസരം തരാതെ
വളരെ വ്യക്തമായിട്ട്, വളരെ പ്രാക്ടിക്കലായിട്ട്, വസ്തുനിഷ്ഠമായിട്ട്, ഫാക്ച്വലായിട്ട് നമ്മുടെ ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യുകയും നമ്മുടെ സംശയങ്ങൾക്കൊക്കെ പൂർണ്ണമായിട്ടുള്ളൊരു നിവാരണം നൽകുകയും ഷുഗർ എന്ന ഒരു രോഗത്തിന്, ഡയബറ്റിക് എന്ന രോഗത്തെ എങ്ങനെ നമുക്ക് അഭിമുഖീകരിക്കുകയും അതിജീവിക്കുകയും ചെയ്യാം എന്ന് നമുക്കൊരു വ്യക്തമായൊരു അവബോധം പകർന്നു നൽകിയ ബഹുമാനമുള്ള അജന്ത ഡോക്ടറോടുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു.